ടു എക്സാം പോയിന്റ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നത് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ഒരു മാസമായിട്ട് നമ്മുടെ എക്സാം പോയിന്റ് വക ലൈവായിട്ടുള്ള റിവിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ് നമ്മുടെ ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ടുള്ള പോർഷൻസിൻ്റെ ലൈവ് റെക്കോർഡിങ്സ് അല്ലെങ്കിൽ ലൈവായിട്ടുള്ള റിവിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം ഇത്രയൊക്കെ പേര് ഇപ്പോൾ ഇത്രയും ഒരു മാസത്തിൽ കയറിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഒരു കമൻറ്റ് ചെയ്യാമോ? എത്ര പേര് ഈ ഫുൾ മന്ത് ഒരു മാസം ഫുള്ളുള്ള ലൈവ് സെക്ഷൻസിൽ കയറി നല്ലപോലെ പഠിക്കാൻ പറ്റിയത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ. ഓക്കെ, അപ്പം നമ്മുടെ ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ ലൈവ് സെക്ഷൻസിൽ കയറിയ ഒരുപാട് പേർക്ക് നമുക്ക് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് പ്രൈസസും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മിസ്സായവർ കാണും. അപ്പം ഇന്ന് അവസാനത്തെ ദിവസമാണ് നമ്മുടെ ലൈവ് സെക്ഷൻ്റെ. നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്നത്തെ ആൻസറൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുക, ആ ബുക്ക് കിട്ടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ 12th സ്റ്റാൻഡേർഡിനൊക്കെ 1200 എബവ് ആണ് നമ്മുടെ റേറ്റ് വരുന്നത്. ഈ ഫുൾ ഗൈഡ്, ഒരു വർഷത്തെ ഫുൾ ഗൈഡാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. അപ്പം എന്താ ചെയ്യുക, അപ്പം നമ്മുടെ ഓഫർ എന്താണ്, നമ്മൾ ഈ ലൈവ് സെക്ഷനിൽ ചോദിക്കുന്ന 5 ക്വസ്റ്റ്യൻസിന് കറക്റ്റായിട്ട് ഉത്തരം പറയുന്ന കുട്ടികൾക്ക് നമ്മൾ ഈ വർഷത്തെ കംപ്ലീറ്റ് ഗൈഡ് 12th സ്റ്റാൻഡേർഡിൻ്റെ ആണെങ്കിൽ 12th സ്റ്റാൻഡേർഡിൻ്റെ കംപ്ലീറ്റ് ഗൈഡ് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. കറക്റ്റായി ആൻസർ ചെയ്യുന്ന 5 ക്വസ്റ്റ്യൻസിനും കറക്റ്റായി ആൻസർ ചെയ്യുന്നതാണ്. അപ്പോൾ എക്സാം പോയിന്റിനെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. കാരണം എന്താണ്, 2 lakhs-ലധികം കുട്ടികൾ ഉപയോഗിക്കുന്ന ബുക്കാണ്. ടീച്ചേഴ്സൊക്കെ എപ്പോഴും നമ്മുടെ ഈ ബുക്കാണ് റെക്കമെൻഡ് ചെയ്യാറുള്ളത്. അപ്പം അതിലൊരാളാവാൻ നിങ്ങൾക്കും സാധിക്കും. അപ്പം ഇനിയിപ്പം എക്സാമിൻ്റെ സമയമൊക്കെ ആയി, അപ്പോൾ ആ ബുക്സ് ഒന്നും കിട്ടാൻ പറ്റുമെന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലുള്ള ലൈവിലൊക്കെ കയറി ആൻസർ ചെയ്ത് ഇന്ന് 9 മണി വരെ നിങ്ങൾക്ക് സമയമുണ്ട്. ലാസ്റ്റ് ദിവസമാണ്. എല്ലാവരും നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് ആൻസേഴ്സ് പറയാനായി. ഈസി ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. നമ്മൾ എപ്പോൾ ചോദിക്കുന്നു അപ്പം റെഡിയായി ആൻസർ. ആദ്യമൊക്കെ ആൻസർ ചെയ്യുന്നവർക്ക് നമ്മൾ ആദ്യം ശ്രദ്ധിച്ച് കൊടുക്കുന്നതായിരിക്കും. അപ്പം എന്ത് ചെയ്യുക, മിസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ പറഞ്ഞ് ഈ വർഷത്തെ ഫുൾ ഗൈഡ് 12th സ്റ്റാൻഡേർഡിൻ്റെ കിട്ടാനായിട്ട് നിങ്ങൾക്ക് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിത് ഏത് ചാപ്റ്ററിലേക്കാണ് പോകുന്നതെന്ന് നോക്കിയാലോ. നമ്മുടെ ചാപ്റ്റർ 13 ആയ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ, നമ്മുടെ 12th സ്റ്റാൻഡേർഡിൻ്റെ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ. ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വൈവിധ്യം അല്ലേ. എല്ലായിടത്തും പല പല രീതിയിലാണ് നമുക്ക് സാധനങ്ങൾ കിട്ടുന്നത് അല്ലേ. അപ്പം എന്നെ പോലെ തന്നെയാണോ വേറൊരാൾ ഇരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ തന്നെയാണോ നിങ്ങളുടെ കൂട്ടുകാരിരിക്കുന്നത്? അല്ല. ഇപ്പോൾ നമ്മൾ കാണുന്ന റോസാപ്പൂകളിൽ തന്നെ പല തരത്തിലുണ്ടല്ലേ. അപ്പം അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡൈവേഴ്സിറ്റി. നിങ്ങൾക്കപ്പം ഡൈവേഴ്സിറ്റി എന്താണെന്നൊക്കെ അറിയാം. അപ്പോൾ ഈ ഡൈവേഴ്സിറ്റി ഇത്രയും മനോഹരമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്മുടെ ഈ നേച്ചർ നമ്മളതിനെ കൺസേർവ് ചെയ്യണം അല്ലേ. നമ്മളതിനെ സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പം എങ്ങനെയൊക്കെ രീതിയിലുള്ള ബയോഡൈവേഴ്സിറ്റികളാണ്, ഏതൊക്കെ രീതിയിലാണ് ബയോഡൈവേഴ്സിറ്റികൾ ഉള്ളത്, എങ്ങനെ നമുക്കതിനെ കൺസേർവ് ചെയ്യാം, ഇതാണ് നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് പെട്ടെന്ന് ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണുള്ളത് നോക്കാം. വളരെ ഈസിയാണ്. അപ്പോൾ കണ്ടൻസ് ആയിട്ടുള്ള പോയിന്റ്സ് മിസ് പറഞ്ഞു തരും, അത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ പോവാം. ശരി, നോക്കിയേ. ബയോഡൈവേഴ്സിറ്റി is derived from 2 words. ഏതൊക്കെയാണ്? ബയോ മീൻസ് ലിവിങ് ആൻഡ് ഡൈവേഴ്സിറ്റി മീൻസ് വെറൈറ്റി. അറിയാലോ, വെറൈറ്റി, വൈവിധ്യം. അപ്പം നമ്മുടെ നേച്ചറിലുള്ള ബയോളജിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ലിവിങ് ആയിട്ടുള്ള ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ വെറൈറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ബയോഡൈവേഴ്സിറ്റി refers to variety of plants and animals live on a specific geographical area. ഒരു ഏരിയയിലുള്ള അല്ലെങ്കിൽ നമുക്ക് ഈ ലോകം മുഴുവനായി എടുക്കുകയാണെങ്കിൽ പല തരത്തിലുള്ള മൃഗങ്ങളും പക്ഷികളും പിന്നെ ചെടികളും ഉണ്ടാവും. പക്ഷേ നമ്മളൊരു ഏരിയ മാത്രം കൺസിഡർ ചെയ്ത് നമ്മളതിനെ കണക്കെടുക്കുമ്പോൾ നമ്മളതിനെ എന്ത് പറയും, ബയോഡൈവേഴ്സിറ്റി. ഒരു ഏരിയയിൽ എങ്ങനത്തെയൊക്കെ പക്ഷികളുണ്ട് അല്ലെങ്കിൽ ചെടികളുണ്ട് അല്ലെങ്കിൽ മൃഗങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ശരി. ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ഏതൊക്കെ തരത്തിൽ നമുക്ക് ബയോഡൈവേഴ്സിറ്റികളെ തിരിക്കാനായിട്ട് സാധിക്കും നോക്കിയേ. ജനറ്റിക് ഡൈവേഴ്സിറ്റി,
സ്പീഷീസ് ഡൈവേഴ്സിറ്റി, എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി. അപ്പം 3 തരത്തിൽ നമുക്ക് മിസ് പറഞ്ഞു എന്താ പോയിന്റ് ആയിട്ടാണ് മിസ് ഇത് തരംതിരിച്ചിരിക്കുന്നത്. അപ്പം കറക്റ്റായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഈ ചാപ്റ്ററിൽ നിന്ന് അല്ലെങ്കിൽ ഈ ലൈവ് സെക്ഷനിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത് മാത്രം നിങ്ങളൊന്ന് ഗൈഡ് ചെയ്ത് പഠിച്ചാൽ മാത്രം മതി, നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. 12th സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് പബ്ലിക് എക്സാം ആണ്. അപ്പോൾ എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷന് ഈ വീഡിയോ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിരിക്കും. അപ്പം നിങ്ങളിത് ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. ഓക്കെ, ശരി. അപ്പോൾ ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറ്റിക് ബയോഡൈവേഴ്സിറ്റി ഡിഫേഴ്സ് ടു ദ വേരിയേഷൻ ഓഫ് ജീൻസ് വിത്തിൻ സ്പീഷീസ് ഇൻ എ റീജിയൻ. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ നോക്കിയേ, ഇപ്പം നമുക്ക് ആ പിക്ചറിൽ തന്നെ കാണാം, കണ്ടോ? ജനറ്റിക് ഡൈവേഴ്സിറ്റി ഇൻ ക്യാറ്റ്സ് തന്നെ നമ്മളെന്താണ് ഈ മഞ്ഞപ്പൂച്ച, കറുത്ത പൂച്ച, കരിമ്പൂച്ച എന്നൊക്കെ പല തരത്തിലില്ലേ. അപ്പോൾ ആ പൂച്ചകളെന്ന് പറയുന്ന ഗണത്തിൽ തന്നെ എന്താണ് പല തരത്തിലുണ്ട്. സ്പീഷീസുകളിൽ തന്നെ എന്താണ് ജനറ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് വരുന്നത്, അല്ലെങ്കിൽ ജനറ്റിക് ഡൈവേഴ്സിറ്റികളുണ്ട് അല്ലേ. അപ്പം അങ്ങനെ തരംതിരിക്കുന്നതിനെയാണ് നമ്മൾ ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് മിസ് കൊടുത്തിട്ടുണ്ട്, നോക്കിയേ. ജനറ്റിക് ഡൈവേഴ്സിറ്റി ഇൻ ക്യാറ്റ്സ്, ഓരോ സ്പീഷീസുകൾക്കും ജനറ്റിക് ആയിട്ടുള്ള ഡിഫറൻസുകളുണ്ട്, അതിനെയാണ് ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. വ്യക്തമായില്ലേ? ശരി, അടുത്ത നോക്കിയേ. ജനറ്റിക് ഡൈവേഴ്സിറ്റി ഇൻ റോസ് കണ്ടോ? എന്താണ് പിങ്ക് കളറിലും റെഡ് കളറിലും വൈറ്റ് കളറിലും അങ്ങനെ പല ഡൈവേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജനറ്റിക് ഡൈവേഴ്സിറ്റി ഉള്ള റോസസ് ഉണ്ട് അല്ലേ. നോക്കിയേ അടുത്തത്. പിന്നെ സിട്രസ് ഫ്രൂട്ട്സിൽ, അതായത് നമ്മുടെ നാരങ്ങയൊക്കെ പോലുള്ള ആ സ്പീഷീസ് അല്ലെങ്കിൽ ആ ജനറ്റിക്സിലുള്ള അല്ലെങ്കിൽ ജീനസിലുള്ള കുറേ ഫ്രൂട്ട്സുകളുണ്ട്. എന്തൊക്കെയാണ്? നമ്മുടെ ലെമൺ, ഓറഞ്ച്, പിന്നെ ടിട്രസ്, അങ്ങനത്തെയൊക്കെ ഒരുപാട് ഫ്രൂട്ട്സുകളുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ്? ജനറ്റിക് വേരിയേഷൻസ് ആണ് അല്ലേ, ജീനസ് ആണ്. അപ്പം ജീനസിലുള്ള വ്യത്യാസമാണ് ഈ ജനറ്റിക് ഡൈവേഴ്സിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ മനുഷ്യരിൽ തന്നെ ഉണ്ട്, കണ്ടോ? നമ്മളെ മനുഷ്യരെന്ന് പറയുന്ന ഒരു ഗണമാണ്, പക്ഷേ ആ ഗണത്തിൽ തന്നെ പല തരത്തിലുള്ളതുണ്ടല്ലേ. ജീനസ് പല തരത്തിലുണ്ട്. നമ്മുടെ ആഫ്രിക്കയിലുള്ളവരുണ്ട്, ഇന്ത്യൻസിൽ ഉള്ളവരുണ്ട്. ഇതിനൊക്കെ പേര് വേറെയാണ്. ഇന്ത്യൻസും ആഫ്രിക്കൻസും ഒന്നും അല്ല. അപ്പം മിസ് വെറുതെ ഒരു എക്സാമ്പിളിന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ശരി. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഗീവ് അവേ ക്വസ്റ്റ്യൻ വന്നിരിക്കുകയാണ്. നമ്മൾ സിമ്പിൾ ബയോഡൈവേഴ്സിറ്റി തുടങ്ങിയപ്പോൾ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുകയാണ്. നോക്കിയേ എന്താണെന്നുള്ളത്. ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ഡേ ഏതാണെന്നുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ. നെറ്റിലൊക്കെ നോക്കിയാൽ പെട്ടെന്ന് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ചെയ്യുക. നമ്മളിന്ന് 9 മണി വരെ സമയമുണ്ട്. ആൻസർ ചെയ്യുക. കറക്റ്റ് കിട്ടുന്നവർക്ക് 12th സ്റ്റാൻഡേർഡ് എക്സാം വരികയാണ്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മോർ ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മുടെ ബുക്കിലുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? അത് വാങ്ങിച്ച് പഠിക്കുക. ഓക്കെ, ശരി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബയോഡൈവേഴ്സിറ്റി ഡേ ഏതാണെന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി അടുത്ത എന്താണ്? സ്പീഷീസ് ഡൈവേഴ്സിറ്റി. നമ്മൾ ജീനസിൻ്റെ കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ ഇനി അടുത്ത എന്തായിരിക്കും? സ്പീഷീസ്, ജീനസ്, സ്പീഷീസ് അല്ലേ. ഒറിജിൻ, അങ്ങനെ ഒരുപാടുണ്ട്. കിങ്ഡം, ഫാമിലി, ഒറിജിൻ, ജീനസ്, സ്പീഷീസ്, അങ്ങനെ നമ്മൾ കാറ്റഗറി ആയിട്ടല്ലേ ആനിമൽസിനെ കാണുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ സ്പീഷീസ് ഡൈവേഴ്സിറ്റി റിഫേഴ്സ് ടു ദ വെറൈറ്റി ഓഫ് സ്പീഷീസ്. ജീനസിൻ്റെ അകത്ത് തന്നെ വേറെ സ്പീഷീസുകൾ, അതായത് ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മുടെ മനുഷ്യരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാലോ, പല സ്പീഷീസുകളുണ്ട് അല്ലേ. നമ്മൾ പറഞ്ഞ ഹോമോഡിയോസ് അല്ലെങ്കിൽ ഹോമോ എപ്പിക്കസ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ഡൈവേഴ്സ് ആയിട്ടുള്ള സ്പീഷീസുകൾ ഉണ്ടായിരുന്നു അല്ലേ. അപ്പം അങ്ങനെ വരുന്ന സ്പീഷീസ് ഡൈവേഴ്സിറ്റികളെയാണ് നമ്മൾ അടുത്ത കാറ്റഗറി ആയിട്ട് പറയുന്നത്. ഇറ്റ് റിലേറ്റ്സ് ടു ദ നമ്പർ ഓഫ് സ്പീഷീസ് ഇൻ എ ഡിഫൈൻഡ് ഏരിയ. ഒരു ഏരിയയിൽ തന്നെ എത്ര തരത്തിലുള്ള സ്പീഷീസുകളുണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, സ്പീഷീസ് ഡൈവേഴ്സിറ്റീസ് നോക്കിയേ എന്തൊക്കെയാണ്. ഇഷ്ടം പോലെ ആനിമൽസിൻ്റെ ഫോട്ടോ നമ്മൾ കാണിച്ചിട്ടുണ്ട് അല്ലേ. സ്പീഷീസുകൾ ഡിഫറൻസ് ആയിട്ടുള്ളത് ഏതാണ്? നമുക്കൊരു സ്പീഷീസിൻ്റെ എക്സാമ്പിൾ പറയാമോ നിങ്ങൾ? ഏതെങ്കിലും ഒരു സ്പീഷീസ്, ഒരു ജീനസിൻ്റെ അടിയിലുള്ള സ്പീഷീസുകളുടെ ഡിഫറൻസ് പറയാമോ? ഓക്കെ, ശരി. അപ്പോൾ അടുത്ത നോക്കിയേ, കണ്ടോ? സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഇൻ ഫ്ലവേഴ്സ്. അടുത്തത് ഹോട്ട് സ്പോട്ട്സ് ഓഫ് ഡൈവേഴ്സിറ്റി. നമ്മളിപ്പോൾ പറഞ്ഞു സ്പീഷീസ് ഡൈവേഴ്സിറ്റി പറഞ്ഞു, ജനറ്റിക് ഡൈവേഴ്സിറ്റി പറഞ്ഞു. ഇനി അടുത്ത എന്താണ്? ഹോട്ട് സ്പോട്ട് ഡൈവേഴ്സിറ്റി. അപ്പം ഡൈവേഴ്സിറ്റി ഓഫ് സ്പീഷീസ് can be measured through its richness
abundance and types. അപ്പം അവിടെ എന്തുമാത്രം കൂടുതൽ ആ സ്പീഷീസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തുമാത്രം ഈസിലി അവൈലബിൾ ആണ്, പിന്നെ അങ്ങനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്താണ് ഹോട്ട്സ്പോട്ട്സ് ഓഫ് ഡൈവേഴ്സിറ്റി, ആ സ്പീഷീസ് അവിടെ എന്തുമാത്രം ഉണ്ട്, എത്ര അവൈലബിൾ ആണ് എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഹോട്ട്സ്പോട്ട്സ് ഓഫ് ഡൈവേഴ്സിറ്റി ചെയ്യുന്നത്. ഓക്കെ, some areas are more rich in species than others. Areas rich in species diversity is called hotspots of diversity. അപ്പം ഏറ്റവും കൂടുതൽ സ്പീഷീസുകൾ, ഒരു സ്പീഷീസ് അല്ല പലതരത്തിലുള്ള സ്പീഷീസുകൾ ഒരേ സ്ഥലത്തുണ്ടെങ്കിൽ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, hotspots of diversity എന്ന് പറയുന്നത്. ഓക്കെ, സം ഏരിയാസ് ആർ മോർ റിച്ച് ഇൻ സ്പീഷീസ് ദാൻ അതേഴ്സ്. അപ്പം ഇപ്പം പറയുകയാണെങ്കിൽ നല്ലപോലെ വെള്ളമുള്ള സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ നല്ലപോലെ ഫുഡ് കിട്ടുന്ന സ്ഥലമാണെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പലതരത്തിലുള്ള സ്പീഷീസുകൾ ഒരുമിച്ച് പാർക്കാനായിട്ട് തുടങ്ങും. അങ്ങനെയുള്ള സ്ഥലങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹോട്ട്സ്പോട്ട്സ് ഓഫ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്പീഷീസ് അല്ല, പല സ്പീഷീസുകൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഒരുപാട് കൂട്ടമായി താമസിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹോട്ട്സ്പോട്ട്സ് ഓഫ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, ശരി. അപ്പോൾ നോക്കിയേ, നമ്മളിപ്പോൾ കുറച്ച് കാണിച്ചിരിക്കുന്നത് എവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഡൈവേഴ്സ് ആയിട്ട്, അല്ലെങ്കിൽ ഹോട്ട്സ്പോട്ട് ഓഫ് ഡൈവേഴ്സിറ്റീസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. കണ്ടോ, നമ്മുടെ ഇന്ത്യയിലുള്ളത് വെസ്റ്റേൺ ഗട്ട്സ്, കണ്ടോ നമ്മുടെ ഇന്ത്യയിലുള്ളത് വെസ്റ്റേൺ ഗട്ട്സ് ആണ്. ഏറ്റവും കൂടുതൽ സ്പീഷീസ് നമുക്ക് കാണാൻ പറ്റുന്നത് എവിടെയാണ്, വെസ്റ്റേൺ ഗട്ട്സിലാണ്. ഓക്കെ, ശരി. എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി. അപ്പം ഓൾ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഇൻ ആൻ ഏരിയ ആർ ഇന്റർഡിപ്പെൻഡന്റ് ആൻഡ് റിലേറ്റഡ്. അതറിയാം, എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാലോ. ഒരു സറൗണ്ടിങ്ങിലുള്ള, അല്ലെങ്കിൽ ആ സറൗണ്ടിങ്ങിലുള്ള എല്ലാം ലിവിങ്ങും നോൺ ലിവിങ്ങും ആയിട്ടുള്ള കാര്യങ്ങൾ റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക്ഡ് ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, എക്കോസിസ്റ്റം എന്ന് പറയും. അപ്പോൾ അത് തന്നെയാണ് എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി. അപ്പോൾ ആ എക്കോസിസ്റ്റത്തിലുള്ള ഡൈവേഴ്സിറ്റിയാണ് നമ്മൾ എന്താണ്, ഇത് നമ്മുടെ മൂന്നാമത്തെ കാറ്റഗറി ആയിട്ട് പറയുന്നത്. ഏതാണ്? ഓൾ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഇൻ ആൻ ഏരിയ ആർ ഇന്റർഡിപ്പെൻഡന്റ് and interrelated in an area forming a ecosystem. This variations in an ecosystem in an area is called ecosystem ബയോഡൈവേഴ്സിറ്റി. അപ്പം ഇതുപോലുള്ള വേരിയേഷൻസ്, ഒരു എക്കോസിസ്റ്റം നല്ല സ്ട്രോങ് ആണെന്ന് പറയുന്നത് എപ്പോഴാണ്, ഒരുപാട് എക്കോസിസ്റ്റംസ് ഇപ്പം നമ്മൾ പറയാറുണ്ട് ഫുഡ് ചെയിൻ, ഫുഡ് വെബ് എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയുള്ള എക്കോസിസ്റ്റം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫുഡ് ചെയിനും ഫുഡ് വെബുകളെല്ലാം അവിടെ സ്ട്രോങ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് അങ്ങനെയുള്ള ഫുഡ് വെബുകൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതൊരു സ്ട്രോങ് എക്കോസിസ്റ്റമാണ്. അപ്പം അങ്ങനെയുള്ള ഡൈവേഴ്സ് ആയിട്ടുള്ള എക്കോസിസ്റ്റംസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എക്കോസിസ്റ്റം ബയോഡൈവേഴ്സിറ്റി എന്ന് പറയും. ഓക്കെ അല്ലേ? അപ്പോൾ മൂന്നെണ്ണമാണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയാണ്? ജനറ്റിക് ഡൈവേഴ്സിറ്റി, സ്പീഷീസ് ഡൈവേഴ്സിറ്റി, പിന്നെ എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി. ഇത് മൂന്നെണ്ണമാണ് ബയോഡൈവേഴ്സിറ്റിയെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന ഈ 3 രീതിയിലാണ്. എളുപ്പമല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം, 1-2 ലൈനേ പഠിക്കാനുള്ളൂ. ഇതിപ്പോൾ നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടോ, നിങ്ങൾ 12th സ്റ്റാൻഡേർഡിലാണ്, പബ്ലിക് എക്സാം ആണ്, അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് വരും, നമുക്ക് പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടോ, അല്ലെങ്കിൽ എന്താണ് മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ടോ, അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിൽ ചോദിക്കുകയാണെങ്കിലേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യരുത്, കാരണം ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സെക്ഷനാണ്. ഓക്കെ, അപ്പം നോക്കിയാൽ ഇതാണ് മറൈൻ എക്കോസിസ്റ്റം. പല പല ഫുഡ് ചെയിനുകൾ അല്ലെങ്കിൽ ഫുഡ് വെബുകൾ ഒരുമിച്ച് വരുന്നതുകൊണ്ട് എന്താണ്, അവിടെ ഒരു എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് എന്താണ്, എത്ര തരം സ്പീഷീസുകൾ നമുക്ക് ഭൂമിയിൽ കാണാൻ പറ്റും, അതിൽ എത്ര എണ്ണമാണ് നമ്മുടെ ഇന്ത്യയിലുള്ളതെന്നാണ് നമ്മൾ നോക്കുക. അപ്പോൾ ഇതൊരു കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്, അതായത് നമ്മൾ ടേബിൾസിലൊക്കെ വരുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യം. അപ്പോൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമുള്ളതാണിത്. അപ്പോൾ നമുക്ക് എവിടെയാണ് എക്സ്പെക്ട് ചെയ്യാം, നമ്മൾ എന്തെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ എഴുതുകയാണെങ്കിൽ നമുക്ക് ഓബിയസ്ലി ഇത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ എക്സാംസിന് നമുക്ക് പോയിന്റ് എഴുതാൻ വേണ്ടി എഴുതാവുന്നേ ഉള്ളൂ, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്കിത് കറക്റ്റ് ഈ പോയിന്റ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. ഓക്കെ, ശരി. അക്കോർഡിംഗ് ടു IUCN, the total number of plants and animal species described is slightly more than 1.5 million. അപ്പം എത്ര തരം സ്പീഷീസുകളുണ്ട് നമ്മുടെ ലോകത്ത്? 1.5 മില്യൺ ഉണ്ട്. But several species of plants and animals would have to be discovered in tropics and temperate region. ഏറ്റവും കൂടുതൽ സ്പീഷീസുകൾ ഉള്ളത് എവിടെയാണ്? ട്രോപ്പിക്സിലും ടെമ്പറേറ്റ് റീജിയൻസിലുമാണ്. ഓബിയസ്ലി നമുക്കറിയാം. വൈ ഇസ് ഇറ്റ് ലൈക്ക് ദാറ്റ്? ബിക്കോസ് the climate there, അല്ലെങ്കിൽ the situation there is very
favorable for what? For the animals and plants to survive there. അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് എന്താണ് ട്രോപ്പിക്സിലും ടെമ്പറേറ്റ് റീജിയൻസിലും എന്തുകൊണ്ടാണ് അവിടെ ഗ്രോത്ത് കൂടുതലുള്ള അല്ലെങ്കിൽ സ്പീഷീസിൻ്റെ എണ്ണം കൂടുതലുള്ള എന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ ഹാവ് ഫേവറബിൾ കണ്ടീഷൻസ് there. Okay. So more than 70 animals among animals, insects are most species rich. It is more than 70% of the total. ഏറ്റവും ഒരു 70% ഓഫ് എവിടെയാണ് ഉണ്ടാവുക? ട്രോപ്പിക്സിലും ടെമ്പറേറ്റ് റീജിയൻസിലായിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് സ്പീഷീസ് ഗ്രോത്ത് ഉണ്ടാവുക. ഓക്കെ. This indicates that out of every 100 animals on this planet, 17 are insects. അതായത് ഇപ്പം നമ്മൾ 10 ആനിമൽസിനെ എടുക്കുകയാണെങ്കിൽ അതിൽ 7 എണ്ണവും ഇൻസെക്ട്സ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്പീഷീസ് ഉള്ളത് ഇൻസെക്ട്സ് ആണ്. എന്താണ്? ഇൻസെക്ട്സ്. The number of fungi species in the world is more than the combined total species of fishes, amphibia, reptiles and mammals. അപ്പം ഇത്രയും ഫിഷസും ആംഫിബിയും റെപ്റ്റൈൽസ് ആൻഡ് മാമൽസിനെക്കാട്ടിലും കൂടുതൽ എന്താണുള്ളത്? ഫംഗൈ ആണുള്ളത്. ഇപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ചോദിക്കുക അല്ലേ? ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ എന്താ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ആയി ഏറ്റവും കൂടുതൽ എന്താണെന്നുള്ളതൊക്കെ ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുക. ഇതൊക്കെ നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ പ്രതീക്ഷിക്കാം. നമ്മുടെ പബ്ലിക് എക്സാംസിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്? ഇല്ല. അപ്പം നിങ്ങൾ എന്താ ഒന്ന് കേട്ടിരിക്കുക. അപ്പം എത്ര കൂടുതലുണ്ട് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഇനിയിപ്പോൾ ചോദിച്ചാലോ ഒന്നും പറയാൻ പറ്റില്ല അല്ലേ? അപ്പം ഇന്ത്യാസ് ലാൻഡ് ഏരിയ ഓക്യുപ്പൈസ് 2.4% ഓഫ് ദ വേൾഡ്സ് ലാൻഡ് ഏരിയ, possess 8.1% of global species diversity. അപ്പം നമ്മൾ ചെറുതൊന്നും അല്ല, ഒരു ലോകത്തിൻ്റെ തന്നെ മുഴുവൻ 8% അല്ലെങ്കിൽ 8.1% നമ്മുടെ ഇന്ത്യയിലുണ്ട്. ദാറ്റ് ഈസ് നോട്ട് എ സ്മോൾ ഡീൽ, റൈറ്റ്? സോ ദാറ്റ്സ് എ വെരി ബിഗ് ഡീൽ. സോ ഇന്ത്യയിലെ 8.1% ഓഫ് സ്പീഷീസ്, ഈ ലോകത്തിൻ്റെ 8.1 സ്പീഷീസ് നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഓക്കെ. സോ ഇന്ത്യ ഈസ് ദ വൺ ഓഫ് ദ 12 മെഗാ ഡൈവേഴ്സിറ്റി കൺട്രീസ് ഓഫ് ദ വേൾഡ്. ഓബ്വിയസ്ലി അപ്പം 100% ഒരു 8.1 ഇത്രയും കൺട്രീസ് ഉള്ളപ്പം അതിൽ 8.1% നമ്മുടെ ആണെങ്കിൽ നമ്മൾ എന്തായിരിക്കും? മെഗാ ഡൈവേഴ്സിറ്റി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം 12 മെഗാ ഡൈവേഴ്സിറ്റിയിൽ ഒന്നാണ് ഇന്ത്യ എന്ന് പറയുന്നത്. Nearly 45% of species of plants and twice are as many as animals. അപ്പം ഏറ്റവും കൂടുതൽ എന്താണ്? പ്ലാന്റ്സ് ആണ്. അപ്പം ഏറ്റവും കൂടുതൽ 45,000 സ്പീഷീസ് ആണ് പ്ലാന്റ്സിൽ കൂടുതലുള്ളത്. മെയ്സ് ഗ്ലോബൽ എസ്റ്റിമേറ്റ് ഷോസ് ദാറ്റ് 22% ഓഫ് ദ ടോട്ടൽ സ്പീഷീസ് ഹാവ് ബീൻ റെക്കോർഡഡ് ആസ് ഫാർ. മോർ ദാൻ 1 lakh plant species and more than 3 lakh animal species are yet to be discovered. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ കാണാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള ഒരുപാട് പ്ലാന്റ്സും ആനിമൽസും നമ്മുടെ ലോകത്തുണ്ട്. അത് നമുക്ക് അറിയാൻ പറ്റും അല്ലേ? നമ്മളിപ്പം പറയുകയാണെങ്കിൽ നമ്മൾ ഓഷ്യൻസിൻ്റെ ഒന്നും ഡെപ്ത് നമ്മൾ ഇതുവരെ ആയിട്ടും അറിഞ്ഞിട്ടില്ല അല്ലേ? നമ്മൾ പറയാറുണ്ട്, നമ്മളിപ്പം നമ്മൾ ഓരോ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും അതിൻ്റെ ഡെപ്ത് എങ്ങനെയാണ്. നമ്മുടെ ഹയസ്റ്റ് പീക്കായ മൗണ്ട് എവറസ്റ്റ് നമ്മൾ തിരിച്ച് വെള്ളത്തിലേക്ക് ഓഷനിലോട്ട് ഇട്ടാൽ പോലും അതിലും ഒരു എന്താണ് 12,000 അടി താഴേക്കാണ് ഓഷൻ്റെ ഡെപ്ത് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം അവിടെ ഒന്ന് എത്തിപ്പെടുക എന്ന് പറയുന്നത് സാധ്യമല്ല. ഇനി പെട്ടാൽ തന്നെ തിരിച്ചു വരിക എന്നുള്ളത് സാധ്യമല്ല. അവിടെ എന്തൊക്കെ സ്പീഷീസുകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ ആനിമൽസ് ആണ് അത്രയും ഡീപ്പിൽ ഡാർക്ക് ആയിട്ടുള്ള ആ പോർഷൻസിൽ എന്തൊക്കെ ആനിമൽസ് ആണ് ഉണ്ടാവുക, അതൊരു ഡൈവേഴ്സിറ്റി ആയിരിക്കും. അവിടെ തന്നെ ഒരു എന്താ വളരെ ഭീകരമായിട്ടുള്ള ബയോഡൈവേഴ്സിറ്റികൾ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. നമ്മൾ കാണാൻ പറ്റുകയാണെങ്കിൽ അല്ലേ? ഇപ്പം അതുവരെ ഒന്നും നമ്മൾ എത്തിയിട്ടില്ല. ഓക്കെ, ശരി. പാറ്റേൺസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. അപ്പം എങ്ങനെയാണ് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? എന്താണ് നമ്മൾ പറഞ്ഞു? ടെമ്പറേറ്റ് അല്ലെങ്കിൽ ട്രോപ്പിക് റീജിയൻസിലാണ് ഏറ്റവും കൂടുതൽ ബയോഡൈവേഴ്സിറ്റി ഉണ്ടാവുക എന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണ്? അപ്പം അതിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് ഈ ബയോഡൈവേഴ്സിറ്റികൾ ഇത്രയും ഈ പോർഷനിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത്, അതിനെപ്പറ്റിയാണ് നമ്മളിനി നോക്കാനായിട്ട് പോകുന്നത്. അപ്പം latitudinal gradients, the species diversity decreases from the equator towards the pole. നമുക്കറിയാം, നമുക്ക് തണുപ്പ് സ്ഥലങ്ങൾ ഒരുപാട് തണുപ്പ് ഇഷ്ടമായിരിക്കും എല്ലാവർക്കും, പക്ഷേ ഒരുപാട് മരം കോച്ചുന്ന തണുപ്പെന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ നമുക്ക് പോയി നിൽക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താണ് കൂടുതൽ പ്രിഫർ ചെയ്യുക? സ്പ്രിംഗ് ആയിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടെ സണ്ണി, അല്ലെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് വെളിയിലിറങ്ങി നടക്കാൻ പറ്റുന്ന ഒരു ക്ലൈമറ്റ് ആയിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുക.
അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പ്ലാന്റ്സും സ്പീഷീസുകൾ അല്ലെങ്കിൽ പ്ലാന്റ്സും ആനിമൽസും ഒക്കെ അത് തന്നെയാണ് പ്രിഫർ ചെയ്തത്. ദേ പ്രിഫർ ഇക്വേറ്റർ, അതായത് സൂര്യൻ്റെ പ്രകാശം അല്ലെങ്കിൽ സൂര്യൻ്റെ ചൂട് നമുക്ക് കിട്ടുന്ന ഇടങ്ങളിൽ ഇക്വേറ്റർ ആയിട്ട് അല്ലെങ്കിൽ ട്രോപ്പിക് റീജിയൻസിലാണ് ഏറ്റവും കൂടുതൽ സ്പീഷീസ് ഓഫ് പ്ലാന്റ്സും ആനിമൽസും കോൺസെൻട്രേറ്റ് ചെയ്തത്. പോൾസിലേക്ക് വരുമ്പോഴും അത്രയും സിവിയർ ആയിട്ടുള്ള ക്ലൈമാറ്റിക് കണ്ടീഷൻ സർവൈവ് ചെയ്യാൻ പറ്റുന്ന ആനിമൽസ് മാത്രമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ സീൽസ്, പോലാബിയസ്, ഇതുപോലുള്ള പ്ലാന്റ്സ് ഒക്കെ വളരെ കുറവായിരിക്കും. നമുക്ക് ഇതുപോലെ ഫംഗൈ, ആൽഗി അതുപോലുള്ള എന്തെങ്കിലും പ്ലാന്റ് സ്പീഷീസ്, അത് പ്ലാന്റ് സ്പീഷീസ് അല്ല. അപ്പോൾ അങ്ങനെയുള്ള ഓർഗാനിസത്തിനെ മാത്രം കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പം ട്രോപ്പിക്സ്, ലാറ്റിറ്റ്യൂഡിനൽ റേഞ്ച് 23.5 N to 23.5 south, N is north, okay, have more species than temperate or polar areas. അപ്പോൾ ഏറ്റവും കൂടുതൽ ചൂട് കിട്ടുന്ന സ്ഥലമായ ട്രോപ്പിക്കലായിരിക്കും സ്പീഷീസുകൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിയാൽ കൊളംബിയ നിയർ ദ ഇക്വേറ്റർ ഹാസ് നിയർലി 1,400 species of birds, while New York at 41 degree north has 105 species and Greenland at 71 degree north only 56 species. അപ്പോൾ കുറഞ്ഞു വരുന്നത് കണ്ടോ, 1,400 സ്പീഷീസ് ഉണ്ട് കൊളംബിയ. എന്തുകൊണ്ട്? അത് ഇക്വേറ്ററിൻ്റെ അടുത്തായതുകൊണ്ട്. പിന്നെ ന്യൂയോർക്കിലാണെങ്കിലോ ഓൺലി 105 സ്പീഷീസ്. ഇനി അതിനും താഴോട്ട് ഗ്രീൻലാൻഡിൽ കൊടും തണുപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ വെറും 56 സ്പീഷീസേ ഉള്ളൂ. അതെന്താ കയ്യിലുണ്ടാവുന്ന അല്ലേ, അല്ലെങ്കിൽ നമുക്ക് എണ്ണാൻ കഴിയുന്ന എണ്ണത്തിലുള്ളതേ ഉള്ളൂ ഗ്രീൻലാൻഡ് പോളാർ റീജിയൻസിലേക്ക്. ഇന്ത്യ ആണെങ്കിലോ നമുക്ക് 1,200 മെഗാ ഡൈവേഴ്സ്, നമ്മൾ പറഞ്ഞായിരുന്നല്ലേ ആ 12 മെഗാ ഡൈവേഴ്സിറ്റിയിലുള്ളതാണ് ഇന്ത്യ. അപ്പോൾ അവർക്ക് ഒരുപാട് സ്പീഷീസിൻ്റെ എണ്ണങ്ങളുണ്ട്. Ecuador forest in tropical region have 10 times species of vascular plants than temperate regions of Midwest of the USA tropical Amazonian rainforest. So Amazonian rainforest in South America has the greatest biodiversity on earth. Sure, ഇതൊരു ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ് അല്ലേ. ആമസോണിയൻ റെയിൻ ഫോറസ്റ്റിലാണ് ഏറ്റവും കൂടുതൽ ബയോഡൈവേഴ്സിറ്റി ഉള്ളത്. കാരണം അത് ഇക്വേറ്ററിനോട് അടുത്താണ്, നല്ല ക്ലൈമറ്റ് ആണ്, സ്പീഷീസിന് ഫ്ലറിഷ് ചെയ്യാൻ നല്ല ഒരു സിറ്റുവേഷൻ ആണ് അല്ലേ. അപ്പം ഏറ്റവും കൂടുതൽ സ്പീഷീസ് ഉള്ളത് ആമസോണിയൻ റെയിൻ ഫോറസ്റ്റുകളിലാണ്. ഓക്കെ, അത് എന്തുകൊണ്ടാണ്? ട്രോപ്പിക്കൽ റീജിയൻസിലായതുകൊണ്ട്. ടെമ്പറേറ്റ് റീജിയൻസിൽ വീണ്ടും എന്താണ് സ്പീഷീസുകളും ജീനസുകളും എന്താണ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ എന്താണ് പാറ്റേൺ, എന്താണ് ബയോഡൈവേഴ്സിറ്റി? ഇറ്റ്സ് ഓബിയസ്ലി ഇൻ ദ ട്രോപ്പിക് റീജിയൻസ്. ഓക്കെ, ശരി. It possesses more than the 40,000 species of plants. ഇത് നമ്മൾ എന്താ പറയുന്നത്? ആമസോൺ റീജിയൻ്റെ ആണ് കേട്ടോ. നോക്കിയേ, ആമസോൺ റീജിയൻ്റെ 40,000 സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ്, 3,000 ഫിഷസ്, 1,300 ബേർഡ്സ്, 427 mammals, 427 amphibians, അങ്ങനെ ലിസ്റ്റ് ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുകയാണ്. ഇറ്റ്സ് എന്താണ് ലങ് ഓഫ് വേൾഡ് എന്നൊക്കെ പറയാം അല്ലേ. ഏറ്റവും കൂടുതൽ പ്ലാന്റ് സ്പീഷീസ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഒരുപാട് ഓക്സിജൻ അല്ലെങ്കിൽ നല്ല ഫ്രഷ് എയർ കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഇറ്റ് നോൺ ആസ് എ ലങ് ഓഫ് ദ വേൾഡ്. അപ്പം എന്താണ് അവിടെ നല്ല പ്യുവർ ആയിട്ടുള്ള എയർ, നല്ല റിച്ച് ആയിട്ടുള്ള സ്പീഷീസ് ഡൈവേഴ്സിറ്റീസ്, അങ്ങനെ ഫുള്ളി ഫ്ലറിഷ്ഡ് ആയിട്ടുള്ള പ്ലേസ് ആണ് ആമസോണിയൻ റെയിൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ നല്ല ഡിഗ്രഡേഷനും ഓരോ കാര്യങ്ങൾ കാരണം, അല്ലെങ്കിൽ നമ്മുടെ മാൻ മെയ്ഡ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ കലാമിറ്റീസ് ഒക്കെ കാരണം, ഒരുപാട് ഫോറസ്റ്റ് ഫയർ അതുപോലുള്ള കാര്യങ്ങളൊക്കെ കാരണം ഒരുപാട് സ്പീഷീസുകൾ നമ്മൾ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. പ്ലാന്റ്സ് ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ കുഴി തന്നെ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, about 2 million insect species has to be discovered in rain forest. നമ്മൾ പറഞ്ഞാലും ഇൻസെക്റ്റ് 10ൽ 7 ഇൻസെക്ട്സ് ആണ്. അതിൽ 2 million ഇൻസെക്ട്സും എവിടെയാണ്? ആമസോൺ റെയിൻ ഫോറസ്റ്റിലാണ്. ഓക്കെ, അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്ത് ഡെൻസ് ആയിരിക്കും ആ പ്ലേസ് എന്നുള്ളത് അല്ലേ. ഈ പാറ്റകളോ അങ്ങനത്തെ ഇൻസെക്ട്സോ ഒക്കെ ചെറിയൊരു മാൻ മെയ്ഡ് അല്ലെങ്കിൽ മാനിൻ്റെ ഇൻട്രാക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ നശിച്ചു പോകും, അല്ലെങ്കിൽ അവർ മാറി പോകാറുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോഴും അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ എന്താണ്, അത് അത്രയും ഡെൻസ് ആയതുകൊണ്ടാണ്. ഓക്കെ, ശരി. അപ്പോൾ ഇതിൽ എന്താണ് കാരണങ്ങൾ ഉള്ളതെന്ന് നോക്കിയേ. സ്പീസിയൈസേഷൻ. അപ്പം സ്പീസിയൈസേഷൻ ഇസ് ജനറലി ഫങ്ഷൻ ഓഫ് ടൈം, unlike temperate regions subjected to frequent glaciation. In the past, tropical latitudes have remained relatively undisturbed for millions.
ഇപ്പം നമ്മൾ പറഞ്ഞു എന്താ ടെമ്പറേറ്റ് റീജിയൻസിൽ യൂഷ്വലി എന്താണ് ഗ്ലേസിയസേഷൻ നടക്കാറുണ്ട്. അപ്പം എന്ന് വെച്ചാൽ എന്താണ് മഞ്ഞുരുക്കം അല്ലേ, മഞ്ഞുരുക്കം നടക്കുമ്പോൾ എന്താ വെള്ളത്തിൻ്റെ അളവ് കൂടാം, അല്ലെങ്കിൽ വേറെയുള്ള സ്പീഷീസുകൾ വരാം, ഇങ്ങനെ മഞ്ഞിൻ്റെ അകത്തിരിക്കുന്ന സ്പീഷീസുകൾ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ് ഈ ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അങ്ങനെ വരുമ്പം ടെമ്പറേറ്റ് സോണുകളിൽ അതുകൊണ്ടാണ് സ്പീഷീസുകൾ കുറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ എന്ത് പറ്റും അവിടെ എവല്യൂഷൻ്റെ ടൈം കൂടുതലായിരിക്കും. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ആ ഒരു ടോപ്പോഗ്രഫി മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് സ്പീഷ്യസേഷൻ്റെ എവല്യൂഷൻ കുറവായിരിക്കും. സ്പീഷ്യസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് സ്പീഷീസ് ഉണ്ടാവാൻ എടുക്കുന്ന സമയം അല്ലെങ്കിൽ എവോൾവ് ചെയ്യാൻ എടുക്കുന്ന സമയം. അപ്പം ആ സമയം എന്താണ് ഈ ടെമ്പറേറ്റ് റീജിയൻസിൽ ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ ട്രോപ്പിക് റീജിയൻസിൽ അധികം ഇൻ്റർഫിയറൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്താണ് ട്രോപ്പിക് റീജിയൻസിൽ ഇങ്ങനെ ഒഴുകി അല്ലെങ്കിൽ മഞ്ഞുരുക്കമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ടോപ്പോഗ്രഫി എന്നും സെയിം ആയിരിക്കുന്നതുകൊണ്ട് സ്പീഷ്യസേഷൻ കൂടുതൽ നടക്കും. ഓക്കെ അടുത്ത എന്താണ് ട്രോപ്പിക്കൽ എൻവയോൺമെൻറ്റ്. എന്താ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാറ്റേൺ ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്തുകൊണ്ടാണെന്നുള്ള 3 പോയിന്റ്സ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് എന്താണ് ടെമ്പറേറ്റ് വൺസിൽ ലെസ് സീസണൽ ആണ്, റിലേറ്റീവ്ലി മോർ കോൺസ്റ്റന്റ് ആൻഡ് പ്രഡിക്റ്റബിൾ ആണ്. നമുക്കറിയാം ഇപ്പോൾ കാനഡ പോലുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ എന്താണ് എപ്പോഴും തണുപ്പായിരിക്കും, അല്ലെങ്കിൽ ഒരു 6 മാസം കുറച്ച് ചൂട്, അല്ലെങ്കിൽ കടും തണുപ്പ്, അങ്ങനെയൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് ചേഞ്ച് ഇൻ ക്ലൈമറ്റ്സ് ഇല്ല. അപ്പോൾ ഓട്ടം, സ്പ്രിങ്, വിൻ്റർ, സമ്മർ അങ്ങനെയുള്ള ചേഞ്ചസ് വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ട് വെതറിനുള്ള മാറ്റങ്ങൾ. ഇതൊന്നും അവിടെ കാര്യമായിട്ട് ബാധിക്കുന്നില്ല എവിടെ ടെമ്പറേറ്റ് സോണിൽ. പക്ഷേ ട്രോപ്പിക്കിൽ അതല്ല, ഇവർക്കൊരു യൂണിഫോം ആയിട്ടുള്ള എന്താണ് ചേഞ്ചസ് ഉണ്ട്, എന്താ ക്ലൈമറ്റ് ചേഞ്ചസ് ഉണ്ട്, വെതർ ചേഞ്ചസ് ഉണ്ട്. ഇങ്ങനെയൊക്കെ വരുന്നത് കൊണ്ട് തന്നെ എന്താണ് നമുക്ക് പ്ലാന്റ്സിന് അല്ലെങ്കിൽ ആനിമൽസിന് അവരുടെ രീതിക്ക് എന്താണ് ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം ഇലകൾ കൊഴിക്കുന്ന മരങ്ങളുണ്ട്, അതൊക്കെ എവിടെയാണ് കാണാറുള്ളത് എവർഗ്രീൻ ഫോറസ്റ്റുകളിൽ അധികം ചേഞ്ചസ് ഇല്ലാത്ത പ്ലാന്റ്സ് ആയിരിക്കും അല്ലെങ്കിൽ ട്രീസ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഇല കൊഴിക്കുന്ന ചെടികളൊക്കെ നമുക്ക് അല്ലെങ്കിൽ മരങ്ങളൊക്കെ നമുക്ക് എവിടെയാണ് കാണാൻ പറ്റുന്നത് ഇതുപോലുള്ള സ്ഥലങ്ങളിലാണ്, എവിടെ ടെമ്പറേറ്റ് ഏരിയാസിലാണ്. അപ്പോൾ അവിടെ തണുപ്പ് വരുമ്പോൾ അവരെന്താ ചെയ്യുന്നത് ഇതുപോലെ ഇല കൊഴിക്കും അല്ലേ, അല്ലെങ്കിൽ സൂര്യൻ ഇല്ലാത്ത സമയങ്ങളിൽ ഇവർ ഇല കൊഴിക്കും. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ അവിടെയുള്ള ഗ്രോത്തും അതുപോലെ തന്നെ കുറവായിരിക്കും. നോക്കിയേ, അപ്പോൾ സച്ച് കോൺസ്റ്റന്റ് എൻവയോൺമെൻറ്റ് പ്രൊമോട്ട് നിഷേ സ്പെഷ്യലൈസേഷൻ ആൻഡ് ലീഡ് ടു എ ഗ്രേറ്റർ സ്പീഷീസ് ഡൈവേഴ്സിറ്റി. അപ്പോൾ എന്താണ് ഓരോ സ്ഥലങ്ങളിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ഈ ടെമ്പറേറ്റ് സോണിലുള്ള ആനിമൽസിന് കഴിയില്ല. കാരണം ഇപ്പോൾ കൊടും തണുപ്പാണെങ്കിൽ അവർക്ക് അവിടെ തന്നെ നിന്നാൽ പറ്റുമോ, ഇല്ല. അപ്പം സമ്മർ സീസണിലേക്ക് അല്ലെങ്കിൽ സമ്മറുള്ള അല്ലെങ്കിൽ കുറച്ച് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യേണ്ടി വരുന്നു. അതാണ് എന്താ ഈ ടെമ്പറേറ്റ് പ്ലേസസിലുള്ള കുഴപ്പമെന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് കറക്റ്റായിട്ടുള്ള ഒരു നിശ്ചയം എന്താണ് കിട്ടില്ല. പക്ഷേ ട്രോപ്പിക്കൽ റീജിയൻസിലുള്ള പ്ലാന്റ്സിനും ആനിമൽസിനും ആ പ്രശ്നം വരുന്നില്ല. ഇനി എന്താണ് there is more solar energy available in tropics. നമ്മൾ പറഞ്ഞു എന്താണ് സൂര്യൻ്റെ പ്രകാശമാണ് ഏറ്റവും വലിയ എനർജി അല്ലേ. നമുക്ക് ചെടികൾക്ക് എനർജി കിട്ടുന്നത് സോളാർ അല്ലെങ്കിൽ സൂര്യനിൽ നിന്നാണ്. അത് കുറയുമ്പോൾ എന്ത് പറ്റും നമുക്ക് അവിടെയുള്ള സോഴ്സസ് അല്ലെങ്കിൽ എനർജിയുടെ പ്രൊഡക്ഷൻ കുറയും. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് എന്താ എനർജി കുറച്ച് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കൺസ്യൂമേഴ്സിനും അതുപോലെ എനർജിയുടെ വീഴ്ച വരും. അപ്പം അവിടെയുള്ള ആനിമൽസ് എന്ത് ചെയ്യും മൈഗ്രേഷൻ നടത്തും, കുറച്ചും കൂടെ സൂര്യപ്രകാശം നമുക്ക് കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് മാറി. അപ്പം അവർക്ക് അവിടെ ഒരു നിശ്ചയം അങ്ങനെ കിട്ടില്ല. which contributes to higher productivity. This is turn might contribute indirectly to greater diversity. അതുകൊണ്ടാണ് ട്രോപ്പിക്കൽ റീജിയൻസിലെ ഏറ്റവും കൂടുതൽ ഡൈവേഴ്സിറ്റി ഉള്ളത്. ശരി. In fact, the relation between species richness and area for a wide variety of taxa turns out to be rectangular hyperbola. അപ്പോൾ ഇതിലെന്താണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എങ്ങനെ നമുക്ക് ഈ സ്പീഷീസ് റിച്ച്നെസ്സിനെയും ഏരിയയെയും നമുക്ക് ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ പറഞ്ഞു എന്താണ് ഒരു ട്രോപ്പിക്കൽ റീജിയൻസിലാണെങ്കിൽ കൂടുതൽ എന്താണ് നമ്മുടെ ആനിമൽസ് അല്ലെങ്കിൽ സ്പീഷീസ് കൂടി വളരാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം എന്താ നല്ല ക്ലൈമറ്റ് ആണ്, നല്ല ഡൈവേഴ്സിറ്റി ഉണ്ട്. അപ്പോൾ അവർക്ക് കൂടുതൽ ഫ്ലറിഷ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിലെങ്ങനെയാണ് ബന്ധം എന്ന് പറയുന്നത് സ്പീഷീസ് റിച്ച്നെസ്സും സ്പീഷീസിൻ്റെ ഏരിയയും തമ്മിൽ അല്ലെങ്കിൽ ആ പ്ലേസിൻ്റെ ഏരിയയും തമ്മിൽ എന്താണ് നല്ല ഏരിയ ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ എന്താണ്
കൂടുതലായിട്ടുള്ള ആനിമൽസിൻ്റെ ഡൈവേഴ്സിറ്റി ഉണ്ടാകും, അല്ലെങ്കിൽ കൂടുതൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഉണ്ടാകും നല്ല ഏരിയ ഉള്ള സ്ഥലങ്ങൾ. എന്താണ് കൂടുതലായിട്ട് എല്ലാവർക്കും വിരിഞ്ഞ് അല്ലെങ്കിൽ കൂടുതൽ സ്ഥലങ്ങളെടുത്ത് അവർക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ എന്താണ് അതൊരു ലിമിറ്റഡ് ആവും. പിന്നെ അങ്ങോട്ട് ഒരു ഗ്രോത്ത് നടക്കില്ല. നമുക്കറിയാം, ഒരു റൂമിൽ കുറേ പേരെ കൊണ്ടുവച്ചു, നല്ല വലിയ റൂമാണെങ്കിൽ ഒരു പരിധി വരെ എല്ലാവർക്കും നല്ല സ്ഥലം കിട്ടും. പിന്നെയും ആൾക്കാർ വന്നു കഴിഞ്ഞാൽ എന്താണ് അത് ലിമിറ്റഡ് ആയി അല്ലേ. പിന്നെ അതൊരു സ്റ്റാറ്റിക് ആയിട്ടുള്ള റീജിയനിലേ പോകുള്ളൂ. ഒരാൾക്ക് ഇന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ആ ഒരു ഏരിയയിൽ മാത്രമേ നിൽക്കാനായിട്ട് കഴിയുള്ളൂ. അതേപോലെ തന്നെയാണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി. അപ്പം നോക്കിയേ, അപ്പം എങ്ങനെയാണ് നമ്മൾ പറയുന്നത് നോക്ക്. ഹൈപ്പർബോള എന്ന് പറഞ്ഞത് ഇതാണ്. ഹൈപ്പർബോള സ്പീഷീസ് ഏരിയയും അല്ലെങ്കിൽ ഏരിയയും സ്പീഷീസ് റിച്ച്നെസ്സും തമ്മിലുള്ള കണക്ഷനാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അതിനെ പറഞ്ഞത്? നമ്മൾ ഒരു പോയിന്റ് വരെ നല്ല പോലെ ആനിമൽസ് ഫ്ലറിഷ് ചെയ്യുക. ഏരിയ കൂടുന്നതോറും സ്പീഷീസ് റിച്ച്നെസ്സും കൂടിക്കൊണ്ടേയിരിക്കും. പിന്നെ ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ കണ്ടോ അത് എന്തായി മാറുന്നു? സ്റ്റാറ്റിക് ആയി മാറുന്നു. പിന്നെ അങ്ങോട്ടുള്ള ഇൻക്രീസ് അല്ല, പിന്നെ അതൊരു യൂണിഫോം ആയിട്ടാണ് പോകുന്നത്. മീൻസ് ഇപ്പോൾ പറഞ്ഞതിൻ്റെ റീസൺ ആണ് അത്. അതായത് ഇപ്പം ഒരു റൂമിൽ നമ്മൾ പറഞ്ഞില്ലേ, ഒരു റൂമിൽ അത്രയും പേരെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ലിമിറ്റ് കഴിയുമ്പോൾ പിന്നെ ആർക്കും അനങ്ങാനായിട്ട് പറ്റില്ല. അതേപോലെ തന്നെയാണ് ഏരിയ എത്രയുണ്ട് അതിനനുസരിച്ച് ആൾക്കാർ കൂടുകയാണെങ്കിൽ പിന്നെയുള്ളത് അങ്ങോട്ട് പിന്നെയുള്ള ഇൻക്രീസ് വളരെ സ്റ്റാറ്റിക് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലോഗ് എസ് ഇസ് ഈക്വൽ ടു ലോഗ് സി പ്ലസ് സെഡ് ലോഗ് എ. അപ്പോൾ രണ്ട് സൈഡിലും ലോഗ് ഇട്ട് കൊടുത്തിട്ട് എന്താണ് എസ് എന്ന് പറഞ്ഞാൽ സ്പീഷീസ് റിച്ച്നെസ്, എ ഇസ് ഈക്വൽ ടു ഏരിയ, Z is equal to slope of the line, regression coefficient, Z is equal to y-intercept. അപ്പം ലോഗ് ഇതാണ് നമ്മുടെ ഫോർമുല. പക്ഷെ ഇതൊന്നും നമുക്ക് ചോദിക്കാറില്ല, ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്കിത് വരാറില്ല. ഈ ഗ്രാഫ് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് വരും, പക്ഷേ ഈ ഫോർമുലയിലിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാനോ അങ്ങനെയൊന്നും വരാറില്ല. ഈ ഫോർമുല എന്താണെന്ന് പഠിക്കുക, ആ ടേംസ് എന്താണെന്ന് പഠിക്കുക. എന്നിട്ട് നമ്മളോട് എന്തുകൊണ്ടാണ് ഈ ഹൈപ്പർബോള വരാൻ ചാൻസ്, അല്ലെങ്കിൽ സ്പീഷീസ് റിച്ച്നെസ് ഏരിയ ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുക. എന്താണ് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് എമോങ് വെരി ലാർജ് ഏരിയാസ് ലൈക്ക് ദ എൻറ്റയർ കോണ്ടിനെൻറ്റ് യു വിൽ ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദി ലൈൻ ടു ബി സ്റ്റീപ്പ്. അതായത് എന്താണ് നമ്മളിപ്പം എടുക്കുന്നത് ഒരു കോണ്ടിനെൻറ്റിൻ്റെ ഫുൾ സ്പീഷീസ് ആണ്, അല്ലെങ്കിൽ അത് വെച്ചുള്ള ഏരിയ ആണെങ്കിൽ എന്തായിരിക്കും സ്റ്റീപ്പായിട്ടായിരിക്കും പോകുന്നത്. അപ്പം ഒരു കറക്റ്റായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഏരിയയും റിച്ച്നെസ്സും ഒരു യൂണിഫോം മാനറിലാണ് പോകുന്നതെങ്കിൽ അത് നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതാണ് നമ്മളിപ്പോൾ വരച്ചത്. ഏതാണ്? ഇത് നമുക്ക് കിട്ടുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഒരു യൂണിഫോം മാനറിലാണ് സ്പീഷീസ് റിച്ച്നെസ്സും ഏരിയയും ഉള്ളതെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടും കിട്ടും. പക്ഷേ ഇപ്പോൾ നമ്മൾ കോണ്ടിനെൻറ്റിൻ്റെ എടുത്തു, എന്നിട്ട് അതിലുള്ള സ്പീഷീസിൻ്റെ ആണ് എടുത്തതെങ്കിൽ അപ്പോൾ ഏരിയ കൂടുതലാവുകയും ചെയ്തു, ആൾക്കാരുടെ എണ്ണം കുറയുകയും ചെയ്തപ്പോൾ എന്തായിരിക്കും? സ്റ്റീപ്പായിട്ടായിരിക്കും നമ്മുടെ ഗ്രാഫിൻ്റെ ലൈന് പോകുക. ഓക്കെ, ശരി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതുവരെ? ഈസി ആയിട്ടുള്ള ചാപ്റ്റർ അല്ലേ? അതെ. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഗീവ് അവേ ടൈമാണ്, നമ്മുടെ ലാസ്റ്റ് ലൈവാണ്. എല്ലാവരും ഇന്ന് തന്നെ ആൻസർ ചെയ്ത് ഈ ബുക്ക് സ്വന്തമാക്കാനായിട്ട് നോക്കുക. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടില്ല. ബുക്സ് എന്ന് പറയുന്നത് അത്രയും വാല്യുബിൾ ആണ്. നമ്മുടെ ഈ ഗൈഡ്സിന് ഒരു 1200 റേറ്റ് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഗൈഡ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾ സജസ്റ്റ് ചെയ്ത് ഇന്ന് 9 മണിക്ക് മുമ്പ് തന്നെ ഈ 5 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് ഇടുക. ഓക്കെ, ശരി. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയേ. ബയോഡൈവേഴ്സിറ്റി ഈസ് ഡിറ്റർമൈൻഡ് ബൈ. എന്തൊക്കെ ബേസ് ചെയ്താണ് ബയോഡൈവേഴ്സിറ്റിയെ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്? അതാണ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിന് ആൻസർ കണ്ടുപിടിക്കുക. മിസ് കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം.
നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഇമ്പോർട്ടൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. നമുക്കതിനെ 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ബയോഡൈവേഴ്സിറ്റി ഇമ്പോർട്ടൻ്റ് അല്ല നമുക്ക് പറയാനേ പറ്റില്ല അല്ലേ. നമ്മുടെ ലോകത്തുള്ള വൈവിധ്യങ്ങളെ നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഇമ്പോർട്ടൻസ് ആണ് അല്ലേ. അതെങ്ങനെയാണ് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ്? എക്കോളജിക്കൽ, എക്കണോമിക്, സയൻറ്റിഫിക്, ഇങ്ങനെ 3 തരത്തിൽ തന്നെ എന്താണ് ബയോഡൈവേഴ്സിറ്റിയുടെ ഇമ്പോർട്ടൻസ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നോക്കിയേ, എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് എന്താണ്? എവറി സ്പീഷീസ് ഇൻ ആൻ എക്കോസിസ്റ്റം ഇസ് ഇമ്പോർട്ടൻറ്റ്. അറിയാലോ, സ്പീഷീസ് ക്യാപ്ചർ ആൻഡ് സ്റ്റോർ എനർജി, പ്രൊഡ്യൂസ് ആൻഡ് ഡീകമ്പോസ് ഓർഗാനിക് മാറ്റർ, fix atmospheric gases, part of water cycle and helps to regulate climate. Loss of a species might be difficult for the ecosystem to survive. ഓരോ സ്പീഷീസുകളും എന്താണ് എക്കോസിസ്റ്റവുമായിട്ട് ലിങ്ക്ഡ് ആണ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, ഒരെണ്ണം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ ആ എക്കോസിസ്റ്റം തകർന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നമ്മുടെ ഡീകമ്പോസ്, ചെറിയ ചെറിയ ഓർഗാനിസം തൊട്ട് ഏറ്റവും വലിയ ഓർഗാനിസം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വെയിൽസ് വരെ എന്താണ് ഒരു എക്കോസിസ്റ്റത്തിൽ ലിങ്ക്ഡ് ആണ്. ഡീകമ്പോസേഴ്സ് എന്താണ് ചെയ്യുന്നത്? മാറ്റർ, ഓർഗാനിക് മാറ്റർ ഉണ്ടാക്കുന്നത്. ഈ കാര്യങ്ങൾ നമ്മൾ മരിച്ചുപോയി അല്ലെങ്കിൽ ഒരു ലിവിങ് ഓർഗൻ മരിച്ചു പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന വേസ്റ്റും കാര്യങ്ങളും ഓർഗാനിക് മാറ്ററായിട്ട് മാറ്റുന്ന ആരാണ്? ഡീകമ്പോസേഴ്സ് ആണ്, അല്ലെങ്കിൽ സ്കാവഞ്ചേഴ്സ് ആണ് അത് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നത് അല്ലേ. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് ഫിക്സ് ചെയ്യുന്ന അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഫിക്സ് ചെയ്യുന്നത് ചെറിയ മൈക്രോ ഓർഗാനിസംസ് ആണ്. ഇതുപോലെ വെയിൽസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആ ഒരു മെറൈൻ എക്കോസിസ്റ്റത്തിൻ്റെ ഒരു കാവൽക്കാരായിട്ട് തന്നെ നിൽക്കുന്ന ഓർഗൻസ് അല്ലെങ്കിൽ ഓർഗാനിസംസ് ആണ്. ആരാ? നമ്മുടെ വെയിൽസ് എന്ന് പറയുന്നത് ആനിമലാണ് അല്ലെങ്കിൽ മാമലാണ് അല്ലേ. അപ്പോൾ ഇത്രയും വലിയ ഒരു സാധനവും ഇത്രയും ചെറിയൊരു സാധനവും എന്താണ് എക്കോസിസ്റ്റത്തിൽ കംപ്ലീറ്റ്ലി ലിങ്ക്ഡ് ആണ്. പിന്നെന്താണ്? ദേ ആർ ഓൾ പാർട്ട് ഓഫ് വാട്ടർ സൈക്കിൾ. അപ്പോൾ ഈ നമ്മുടെ ലോകത്തുള്ള സൈക്കിൾസ് നടക്കണേ, ഫോസ്ഫറസ് സൈക്കിൾ, വാട്ടർ സൈക്കിൾ, ഇങ്ങനെയുള്ള കാർബൺ സൈക്കിൾ, ഇതുപോലെയുള്ള സൈക്കിൾസ് നടക്കണമെങ്കിൽ ഓരോ ഓർഗാനിസവും അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പെട്രോളിയവും അതുപോലെയുള്ള ഫോസിൽ ഫ്യൂവൽസ് എവിടെ നിന്നാണ് കിട്ടിയത്? പണ്ടുണ്ടായ മരിച്ചു കിടക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഡീഗ്രേഡ് ആയി പോയ ആനിമൽസിൽ നിന്ന് ഓർഗാനിക് മാറ്റർ വഴി ഡീകമ്പോസ് ചെയ്ത് എടുത്തതാണ് ഈ പറഞ്ഞ പെട്രോളിയവും പോലുള്ള ഫോസിൽ ഫ്യൂവൽസ്. അപ്പോൾ ഇതൊക്കെ ഓരോ ഓർഗാനിസത്തിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചുമതലകളാണ് അല്ലെങ്കിൽ റോൾസ് ആണ് അല്ലേ. ഓക്കെ, ഇനി എക്കണോമിക് ആയിട്ടുള്ള റോൾസ് എന്താണ്? എവ്രി സ്പീഷീസ് പ്രൊവൈഡ് റിസോഴ്സസ് അല്ലേ. നമുക്ക് മെഡിസിൻ, നമുക്കിപ്പോൾ തരുന്ന മെഡിസിൻ, നമുക്ക് ഫുഡ്, നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ, അങ്ങനെ വേണ്ട എന്ത് കാര്യം എടുത്താലും നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യവും എന്താണ് നമ്മുടെ നേച്ചർ നമുക്ക് തരുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ ഓർഗാനിസം, ഓരോ ആനിമൽസ് അല്ലെങ്കിൽ ഓരോ പ്ലാന്റ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മളത് ഉപയോഗിച്ച് അതിനെ ഒരു സിസ്റ്റം ഉണ്ടാക്കി റിസോഴ്സസിനെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ അതിനെ നമ്മൾ എക്കണോമിക് വാല്യൂ ഉണ്ടാക്കിയിട്ടാണ് നമ്മുടെ എക്കണോമിക് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് അല്ലേ. അപ്പം പ്രൊഡക്ട്സ് ഫ്രം സ്പീഷീസ് ലൈക്ക് ഫുഡ് ക്രോപ്സ്, ക്യാഷ് ക്രോപ്സ്, fishes, medicine, some of the resources we get from species which help in the economic development of the country. നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെ എന്താണ്, ഒരു കൺട്രിയുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് ഇതുപോലുള്ള റിസോഴ്സസ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് എവിടെ നമുക്ക് കിട്ടുന്നത്? നേച്ചർ, ആനിമൽസ്, പ്ലാന്റ്സ്, ഇവിടെ നിന്നൊക്കെയാണ് നമുക്ക് എന്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, biodiversity is seen as a reservoir of resources. They are drawn upon the manufacture of food, pharmaceuticals, cosmetics, etc. The level of biodiversity is a good indicator of the state of our relationship with other living species. അതായത് വേറൊരു കൺട്രിയുമായിട്ട് നമുക്ക് ഇടിച്ച് നിൽക്കണമെങ്കിൽ നമ്മുടെ കൺട്രി അതുപോലെ റിസോഴ്സ് ഫീൽഡ് ആയിരിക്കണം. നമുക്ക് പറയാൻ പറ്റും അല്ലേ, നമ്മളൊരു മെഗാ ഡൈവേഴ്സിറ്റി ആണെന്ന്. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസോഴ്സസും വേറൊരു കൺട്രിയുമായിട്ട് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്ത് നമ്മുടെ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യും. ഇൻ ഫാക്ട് ദ കൺസെപ്റ്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഈസ് എ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് മെനി ഹ്യൂമൻ കൾച്ചേഴ്സ് അല്ലേ. നമ്മളിപ്പം പല രീതിയിൽ നമ്മളിപ്പോൾ ഒരു ടൂറിസം നടത്തുകയാണെങ്കിൽ എന്തിനാണ് ടൂറിസം നടത്തുന്നത്? നമ്മുടെ ഡൈവേഴ്സിറ്റി കാണാനായിട്ടാണ്. വേറൊരു കൺട്രിയിൽ നിന്ന് ഒരുപാട് പേര് വന്നാണ് നമ്മുടെ ടൂറിസം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെന്താണ്? റിസോഴ്സസ് ആണ് അല്ലേ. ആ റിസോഴ്സസ് എവിടെ നിന്നാണ് കിട്ടുന്നത്? നമുക്ക് ഈ ബയോഡൈവേഴ്സിറ്റിയിൽ നിന്നാണ് കിട്ടുന്നത്.
ഇപ്പോൾ ടൂറിസം എന്നൊക്കെ പറയുന്നത് കേരളത്തിൽ വളരെ വലിയ രീതിയിൽ നടക്കുന്നതാണ് അല്ലേ. നമ്മുടെ നാട്ടിൽ ഒരുപാട് ടൂറിസം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊന്നും നടക്കില്ലായിരുന്നു എപ്പോൾ നമ്മുടെ ബയോഡൈവേഴ്സിറ്റി അത്രയും റിച്ച് അല്ലായിരുന്നെങ്കിൽ. ഓക്കെ, ശരി. അടുത്ത എന്താണ് സയൻറ്റിഫിക് ആയിട്ടുള്ള റോള്. സയൻറ്റിഫിക് റോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പറഞ്ഞ എക്കോസിസ്റ്റത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ. ബയോഡൈവേഴ്സിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഈച്ച് സ്പീഷീസ് ക്യാൻ ഗീവ് us some clue as how life evolved and will continue to evolve. നമ്മൾ എങ്ങനെയുണ്ടായി, ഇനി എങ്ങനെയാണ് നമ്മുടെ ലോകം ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളതെല്ലാം ബയോഡൈവേഴ്സിറ്റിയിലൂടെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മൾ ഡിനോസേഴ്സിൻ്റെ ഒക്കെ കാര്യം പറയാറുണ്ട് അല്ലേ. അവരുടെയൊക്കെ പൂർവികരായിട്ട് നമ്മൾ പറയുന്നത് ചിക്കൻസിനെയാണ്. അത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അത് നമ്മളിപ്പോൾ പ്രൂവ്ഡ് ആണോ എന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അതൊരു തിയറിയാണ്. അപ്പോൾ ഈ ചിക്കൻസ് അല്ലെങ്കിൽ ഹെൻസ് ഒക്കെ പറയുന്നത് എന്താ, നമ്മുടെ ഇത്രയും വലിയ ഒരു ജൈജാൻറ്റിക് ആയിട്ടുള്ള ആനിമൽസിൻ്റെ എന്താണ് ഫോളോയിങ് ആയിട്ടുള്ള മെമ്പേഴ്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ഓരോ ലിങ്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, ഈ ബയോഡൈവേഴ്സിറ്റി ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാവും, നമ്മൾ പറയാറുണ്ട് ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ജീവികളെന്ന് പറയുന്നത് പൊക്കം കുറഞ്ഞ ആൾക്കാരായിരിക്കും എന്നാണ് പറയുന്നത്. കാരണം എന്താണ്, പൊക്കം കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ ലോകത്തിൽ കുറച്ചും കൂടെ എന്താണ് നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. അതാണ് പുതിയതായിട്ട് വരുന്ന നമ്മുടെ കണ്ടുപിടുത്തം എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ ഇനിയുള്ള എവല്യൂഷൻസ് പൊക്കം കുറഞ്ഞ ആൾക്കാരുടെ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, biodiversity also helps in understanding how life functions and role of each species in sustaining ecosystem. എക്കോസിസ്റ്റം അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ സ്പീഷീസും ആ എക്കോസിസ്റ്റത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെന്താണ്, എങ്ങനെ നമുക്കൊരു നമ്മുടെ ജീവൻ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ജീവൻ നിലനിർത്തുന്നത്, അല്ലെങ്കിൽ മുന്നുള്ള കാലത്ത് എങ്ങനെയാണ് ജീവൻ നിലനിർന്നുകൊണ്ടിരുന്നത്, എങ്ങനെ ജീവൻ്റെ തുടുപ്പുകളുണ്ടായി, ഇതെല്ലാം ബയോഡൈവേഴ്സിറ്റി കൊണ്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, ശരി. This fact must be drawn upon every one of us, and we live and let others live in their lives. The level of biodiversity is a good indicator of a state of relationship with other living species. In fact, the concept of biodiversity is an integral part of മെനി ഹ്യൂമൻ കൾച്ചേഴ്സ്. നമ്മളത് പറഞ്ഞ കാര്യമാണ്. അപ്പം ഇപ്പോൾ സയൻറ്റിഫിക് റീസൺ ആയതുകൊണ്ട് തന്നെ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഒരു സ്ഥലം എത്രമാത്രം ബയോഡൈവേഴ്സ് ആണ് എന്നുള്ളത് മനസ്സിലാക്കി തന്നെ നമുക്ക് എന്താണ് ആ ഭാഗത്തെ റിലേഷൻഷിപ്പ്, ലിവിങ് ബീയിങ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ബയോഡൈവേഴ്സിറ്റി നഷ്ടമായാൽ എന്താ സംഭവിക്കുക? നമുക്കൊന്നേ പറയാനുള്ളൂ, എക്കോസിസ്റ്റത്തിൻ്റെ നഷ്ടം. എക്കോസിസ്റ്റം lies on each and every organ of the world. അപ്പം ഓർഗാനിസം ഓഫ് ദ വേൾഡ്. അപ്പം ഓരോ ഓർഗാനിസവും ഒരു എക്കോസിസ്റ്റത്തിൻ്റെ നെടും തൂണുകളാണ്. ഒരെണ്ണം നഷ്ടപ്പെട്ടാൽ തന്നെ എന്ത് പറ്റും, ആ എക്കോസിസ്റ്റം ഫുള്ളായിട്ട് തകർന്നു പോകാൻ സാധ്യതയുണ്ട്. With a rapid increase in population and rising standards of living, പ്രഷർ ഓൺ റിസോഴ്സസ് ഹാസ് ഇൻക്രീസ്ഡ് അല്ലേ. നമ്മൾ ഈ മനുഷ്യരെ സ്വാർത്ഥമായിട്ടുള്ള കാരണങ്ങൾക്ക് വേണ്ടി ഉള്ള സാധനങ്ങൾ മുഴുവൻ ഒറ്റയടിക്ക് തീർക്കും. അതായത് ഇപ്പോൾ മരങ്ങളാണെങ്കിലും നമുക്ക് ബിൽഡിങ്സ് പണിയാനും അല്ലെങ്കിൽ കസേരകളും മേശകളും ഒക്കെ പണിയാനായിട്ട് ഒരുപാട് നിൽക്കുന്ന മരങ്ങളും കാര്യങ്ങളും എല്ലാം വെട്ടി നശിക്കും. പക്ഷേ അവിടെയുള്ള ബാക്കിയുള്ള സ്പീഷീസുകളെ പറ്റി അല്ലെങ്കിൽ ബാക്കിയുള്ള ആനിമൽസിനെ പറ്റി നമ്മൾ ചിന്തിക്കണമല്ലോ, ബേർഡ്സിനെ പറ്റിയോ നമ്മൾ ചിന്തിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ എക്കോസിസ്റ്റം തകർത്തുകൊണ്ടിരിക്കുകയാണ്. Due to the high demand of land and other resources of living has resulted in loss of animals and plant species. പണ്ട് നമ്മൾ എന്താണ് വയലുകളും വരമ്പുകളും എല്ലാം കാണാനായിട്ട് സാധിക്കുമായിരുന്നു. ഇപ്പം അതൊക്കെ നമ്മൾ അന്വേഷിച്ച് പോവേണ്ട ഒരു സിറ്റുവേഷനാണ് വന്നിരിക്കുന്നത്. അപ്പം വയലുകളും വരമ്പുകളും ഒക്കെ നമ്മൾ നികത്തി അവിടെയൊക്കെ 10-20 നിലകളുള്ള ബിൽഡിങ്സാണ് നമ്മളിപ്പോൾ പണിതുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് താമസിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ എവിടെ പോവും? ഇപ്പം കൃഷി ഉണ്ടെങ്കിലേ നമുക്ക് കഴിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കുന്നില്ല. എവിടെന്നെങ്കിലും ആരെങ്കിലും കൊണ്ടുതരും എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം അത് നടക്കുമായിരിക്കും, പക്ഷെ നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻ എന്ത് ചെയ്യും? ഈ വീടുകൾ കൊണ്ട് മാത്രം അവർക്ക് ജീവിക്കാനായിട്ട് സാധിക്കുമോ? ഇല്ല. അപ്പം നമ്മൾ ബാക്കിയുള്ള ഓർഗാനിസംസ് അല്ലെങ്കിൽ ആനിമൽസിനെയും പ്ലാന്റ്സിനെയും ഒക്കെ കൂടി കണക്ക് കൂട്ടിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മുടെ ലൈഫ് ബിൽഡ് ചെയ്യാനായിട്ട്. Natural disasters like earthquakes, floods, volcanoes has resulted in causing damage to plant and animal species on Earth. Excessive use of the fertilizers and pesticides harm the land
Even the toxic water also resulted in harming the plant species. ഈ പറഞ്ഞ പെസ്റ്റിസൈഡ്സും ഫെർട്ടിലൈസേഴ്സും പ്ലാന്റ് സ്പീഷീസുകളെ മാത്രമല്ല, നമ്മൾ ഉപയോഗിച്ച് നമുക്ക് തന്നെ പണി കിട്ടിയ കാര്യങ്ങളാണ് ഈ പെസ്റ്റിസൈഡ്സും ഫെർട്ടിലൈസേഴ്സും ഒക്കെ. അതൊക്കെ ഇപ്പം മാറ്റി ഓർഗാനിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മളിപ്പം മാറാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ് എ റൈറ്റ് ടൈം. വി ആർ ഓൾറെഡി ഇൻ ദ ലേറ്റ് ടൈം അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, വി ഹാവ് ടു ഫാസ്റ്റ് ദ തിങ്സ് അപ്പ്. അപ്പോൾ ഓരോ കാര്യങ്ങളും ഫാസ്റ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇനി കഴിവതും ഉപയോഗിക്കാതിരിക്കുക, ഇപ്പോൾ ഉള്ള ഉപയോഗത്തിൽ നിന്നുള്ളത് കഴിവതും യൂസ് ചെയ്യാതിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താലേ നമുക്ക് നമ്മളെയും ബാക്കിയുള്ള സ്പീഷീസുകളെയും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. Excessive hunting of animals for their skin, ivory, etc. has also resulted in the loss of biodiversity. ഒരു കാര്യമില്ലാത്ത കാര്യമാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ചന്ദന ചെടി മുറിക്കുക, മൃഗങ്ങളുടെ കൊമ്പും നഖവും ഒക്കെ മുറിച്ച് വിൽക്കുക. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഓർണമെൻ്റൽ ആയിട്ടുള്ള ഒരു ചിന്തയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഓർണമെൻ്റലായിട്ട് നമ്മുടെ വീട് ഡെക്കറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പ്രമാണികളായ ആൾക്കാരുടെ, അല്ലെങ്കിൽ വലിയ വലിയ കുറച്ച് റിച്ച് ആയിട്ടുള്ള ആൾക്കാരൊക്കെ തങ്ങളുടെ ഹണ്ടിങ് പ്രോസസ്സ് കാണിക്കാനോ, പണ്ടുള്ളവർ എപ്പോഴാണ് നമ്മുടെ സായിപ്പന്മാരൊക്കെ വന്നുകൊണ്ടിരുന്ന സമയത്ത് ഇവർ ചെയ്തുകൊണ്ടിരുന്നതാണ് അല്ലേ. നമ്മുടെ ഒറ്റയടിക്ക് ഒരുപാട് എലിഫൻസിനെയും ടൈഗേഴ്സിനെയും ഒക്കെ കൊന്നെടുത്ത് അവരുടെ ഫറും സ്കിന്നും കൊമ്പും എല്ലാം എടുത്ത് സൂക്ഷിച്ച് തൻ്റെ ഹണ്ടിങ് ട്രോഫീസ് ആയിട്ട് വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും അതുപോലെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ആരെ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക. അതിനൊക്കെ റൂൾസും കാര്യങ്ങളും ഉണ്ടെങ്കിലും പിന്നെയും ഒരുപാട് കള്ളത്തരമുള്ള രീതിയിൽ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. The International Union of Conservation of Nature and Natural Resources, IUCN, has classified threatened species of plants and animals into 3 categories. അപ്പം IUCN എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഈ ത്രെറ്റൻഡ് ആയിട്ടുള്ള ആനിമൽസിനെ കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. നമ്മൾ കാരണം എൻഡേഞ്ചേർഡ് അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റീസ് കാരണം എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ആനിമൽസിനെയും പ്ലാന്റ്സിനെയും കാറ്റഗറൈസ് ചെയ്യുക. അത് ഏതാണെന്ന് നോക്കാം. Endangered species. These are the species which are in danger of extinction. Extinction എന്ന് പറഞ്ഞാൽ എന്താണ്? നശിഞ്ഞു, അല്ലെങ്കിൽ നാമാവശേഷമായി അല്ലേ. ഇപ്പോൾ നമ്മുടെ ഭൂമിയിൽ അവരുടെ ഒന്നും തന്നെ കാണാനില്ല, അല്ലെങ്കിൽ ആ സ്പീഷീസുകളെ നമുക്കിപ്പം ഭൂമിയിൽ കണ്ടെത്താനാണ്. പക്ഷേ ഇപ്പോൾ ചില ഇടങ്ങളിൽ നിന്ന് നഷ്ടമായ ചില സ്പീഷീസുകളെ നമുക്ക് അതൊക്കെ ഒരു ഗ്രേറ്റ് ന്യൂസ് ആണ് അല്ലേ. ചിലപ്പോൾ നമുക്കത് ഹാംഫുള്ളും ആയിരിക്കാം, എന്നാലും നമ്മുടെ ലൈവ്ലിഹുഡ് കുറച്ചും കൂടെ ബെറ്റർ ആവുന്നുണ്ടെന്നുള്ള ഒരു ലക്ഷണമാണ് ഈ എക്സ്റ്റിങ്ഷനിൽ നിന്ന് തിരിച്ചു വരിക, അല്ലെങ്കിൽ എൻഡേഞ്ചേർഡ് ആയതിൽ നിന്ന് തിരിച്ചു വരിക എന്ന്. എക്സ്റ്റിങ്ഷൻ വളരെ റെയർ കേസാണ്, പക്ഷേ എൻഡേഞ്ചേർഡിൽ നിന്ന് തിരിച്ചു വരുന്നത് നമുക്ക് പ്രതീക്ഷ ഉണർത്തുന്ന ഒരു കാര്യമാണ് അല്ലേ. ഓക്കെ, അപ്പോൾ നോക്കിയേ, എൻഡേഞ്ചേർഡ് ആയിട്ട് നമ്മുടെ ബംഗാൾ ടൈഗർ, നമ്മുടെ ഇന്ത്യയിലുള്ള ബംഗാൾ ടൈഗർ ഒരു എൻഡേഞ്ചേർഡ് ആനിമലാണ്. സ്നോ ലെപ്പേർഡ്, ഹിമപുലി, അടുത്തത് ബ്ലാക്ക് ബക്ക്. ഇതൊക്കെ നമുക്ക് സൂവിലൊക്കെ പോയാൽ കാണാനായിട്ട് സാധിക്കും. ബംഗാൾ ടൈഗേഴ്സും ഒക്കെ നമുക്ക് സൂവിൽ കാണാൻ സാധിക്കും. നീൽഗിരി താർ, ഇന്ത്യൻ ബൈസൺ. അടുത്ത വൾണറബിൾ സ്പീഷീസ്, അതായത് എൻഡേഞ്ചേർഡും അല്ല എക്സ്റ്റിങ്ഷൻ്റെ രീതിയിലും അല്ല നിൽക്കുന്നത്, പക്ഷേ ഇവർ എൻഡേഞ്ചേർഡ് ഇതിലേക്ക് വരാൻ സാധ്യതയുള്ള, അവർ വൾണറബിൾ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പം there are the species are in danger of extinction and will become extinct in future. ഇപ്പോൾ അവർക്ക് കുഴപ്പമില്ല, പക്ഷേ ഉറപ്പായും അടുത്ത എൻഡേഞ്ചേർഡിലുള്ളത് ഇവരായിരിക്കും. ഓക്കെ, ഇഫ് ദേ ആർ നോട്ട് ടേക്കൺ, വൃത്തിയായി അവരെ സംരക്ഷിച്ചില്ലെങ്കിൽ അവരാണ് അടുത്ത എക്സ്റ്റിൻറ്റ് ഗ്രൂപ്പിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ സ്പോട്ടഡ് ഈഗിൾ, ഇന്ത്യൻ സാൻഡൽവുഡ്, ചന്ദനമരം. നമ്മൾ പറഞ്ഞില്ലേ എന്തിനാണ് ചന്ദനമരമൊക്കെ മുറിച്ച് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല അല്ലേ. ആ മരം അവിടെ നിന്നോട്ടെ എന്ന് വിചാരിച്ചൂടെ, അതെടുത്ത് നമുക്ക് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് നമ്മൾ. അടുത്തത് ദ ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ, വേഴാമ്പൽ. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ബേർഡ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്നൊക്കെ പറയുന്നത് അത്രയും നമുക്ക് വിചാരിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ബേർഡാണിത്. എന്നിട്ട് നമ്മളതിനെ പല അതിൻ്റെ ഹോൺസിനൊക്കെ വേണ്ടി നമ്മളതിനെ ഹണ്ട് ചെയ്ത് നശിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെന്താണ്? ഫോറസ്റ്റ് ഫയേഴ്സ്, അല്ലെങ്കിൽ ഫോറസ്റ്റിലുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം ഇതുപോലുള്ള പ്ലാന്റ്സിന് ഇവരുടെ എന്താണെന്ന് വെച്ചാൽ അവർ താമസിച്ചുകൊണ്ടിരുന്ന ട്രീസ് വളരെ കൂടുതൽ എക്സ്റ്റിങ്ഷൻ നേരിട്ടത് കൊണ്ടാണ് ഇവരിപ്പം എന്ത് ചെയ്യുന്നത്? വൾണറബിൾ ആയിട്ട് ഇരിക്കുന്നത്. റിവർ ടേൺ,
നീൽഗിരി ലങ്കൂർ, സാമ്പാർ ഡിയർ. ഇനിയുള്ളത് റെയർ സ്പീഷീസ് ആണ്, വളരെ കുറവ് നമ്പേഴ്സേ ഉള്ള സ്പീഷീസ്. അപ്പോൾ there are species whose population is very less and found only in limited areas. Their population need to be taken care so that they don't extinct. ഇത് നേരത്തെ തന്നെ വളരെ കുറച്ച് നമ്പേഴ്സിലുള്ള, നമ്മൾ കൂടുതലും പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആനിമൽസ് ആണ് റെയർ സ്പീഷീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കിയേ. മലബാർ സിവറ്റ്, ഹാംഗുൽ കാശ്മീർ റെഡ് ഡിയർ, ഗ്രേറ്റ് ഇന്ത്യൻ ബസാർഡ്, പിഗ്മി ഹോഗ്, ഗറിയൽ. അപ്പം അത്രയുമാണ് റെയർ ആയിട്ടുള്ള സ്പീഷീസുകൾ. അപ്പോൾ റെയർ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് നമ്പറാണ്, സ്പെസിഫിക് ഏരിയാസിൽ മാത്രമേ നമുക്കതിനെ കാണാൻ. അപ്പോൾ ആ എക്സാമ്പിൾസ് എല്ലാം ഒന്ന് നോക്കി വെക്കുക, ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ എഴുതാനായിട്ടുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ഗീവ് അവേ ക്വസ്റ്റ്യൻ വന്നിരിക്കുകയാണ്. എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. ഇന്ന് 9 മണിക്കുള്ളിൽ ആൻസർ അടിക്കുക. നമ്മുടെ കംപ്ലീറ്റ് ഗൈഡ്സ് നിങ്ങൾക്ക് വീട്ടിലെത്തുന്നതായിരിക്കും. ഓക്കെ, റെയർ ആൻഡ് എൻഡേഞ്ചേർഡ് ആൻഡ് എൻഡമിക് ടാക്സ ക്യാൻ ബി ഫൗണ്ട് ഇൻടാക്ട് ആൻഡ് ഫ്ലറിഷിംഗ് ഇൻ. ഏറ്റവും കൂടുതൽ ഫ്ലറിഷിംഗ് ആയിട്ട് കാണാൻ പറ്റുന്ന സ്ഥലം എവിടെയാണ്? റെയറും എൻഡേഞ്ചേർഡും എൻഡമിക്കുമായിട്ടുള്ളത് ഫ്ലറിഷ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഈ സ്ഥലങ്ങൾ എവിടെയൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി. അപ്പോൾ നമ്മൾ അതിന് എന്താണെന്ന് പറഞ്ഞു തരും, എന്ന് നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് ബയോഡൈവേഴ്സിറ്റിയുടെ ലോസസിന് കാരണമാണ്? കോസസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസസ്: ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ. എന്താണ്? അവരുടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങൾ നഷ്ടപ്പെട്ടു പോവുക. പിന്നെ എന്താണ്, നമ്മൾ ഇപ്പോൾ പറയാറില്ലേ, കാടിനെ മുറിച്ച് കാടിനെ മുറിച്ച് റോഡ് പണിയാന്നൊക്കെ പറയാറില്ലേ? അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അവർ സഞ്ചരിച്ചുകൊണ്ടിരുന്ന വഴിയിലൂടെ നമ്മൾ വഴി പണിയാണ് ചെയ്തത്. അപ്പം അവർക്കിപ്പോൾ ഈ സൈഡിലാണ് അവരുടെ വെള്ളവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? പല ആനിമൽസും ഇപ്പുറത്തുള്ള ആനിമൽസ് എല്ലാം മരിച്ചു പോകാൻ അല്ലെങ്കിൽ ചത്തുപോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ഹാബിറ്റാറ്റ് ലോസ് അല്ലെങ്കിൽ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോസ് ഓഫ് ഡ്രൈവിംഗ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ടു എക്സ്റ്റിങ്ഷൻ. ഏറ്റവും വലിയ കാരണമാണ് എക്സ്റ്റിങ്ഷൻ നേരിടുക പല ആനിമൽസും ഈ ഹാബിറ്റാറ്റ് ലോസും ഫ്രാഗ്മെൻറ്റേഷൻ കാരണവുമാണ്. The degradation of many habitats by pollution also threatens the survival of many species. When large habitats are broken up into small fragments due to various human activities, mammals and birds requiring large territories, അല്ലേ? പല ആനിമൽസിനും, ഇപ്പോൾ ആനയുടെ ഒക്കെ കാര്യം, നമ്മുടെ നാട്ടിലേക്ക് ആന ഇറങ്ങുക, പുലി ഇറങ്ങുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? അവരുടെ സ്ഥലത്ത് നമ്മൾ കൊണ്ട് വീടും റോഡും ഒക്കെ പണിത് കഴിഞ്ഞാൽ പിന്നെ അവർ ജീവിച്ചുകൊണ്ടിരുന്ന സ്ഥലം അവരെന്താ ചെയ്യുക? പിന്നെ നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നതിന് നമുക്ക് എന്തെങ്കിലും പറയാനായിട്ട് സാധിക്കുമോ? അവരുടെ സ്ഥലത്ത്, അവർ ജീവിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് നമ്മൾ വീട് കെട്ടി താമസിക്കുകയാണ്. അപ്പോൾ അവർക്ക് എന്താണ്, ആ പാർട്ടിലൂടെ അവരുടെ ഹാബിറ്റാറ്റിൽ പല കാര്യങ്ങളും ഉണ്ടാവും, അത് നമ്മൾ നശിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം certain animals with migratory habitats are badly affected, leading to population decline. മൈഗ്രേഷൻ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ അല്ലാതെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേറൊരു സ്ഥലത്തേക്ക് പോകും. നമ്മൾ ഇതുപോലെ ഇതിൻ്റെ ഇടയ്ക്ക് റോഡും കാര്യങ്ങളും ഒക്കെ പണിതാൽ എന്താ പറ്റുക? അവർക്ക് അതിലേക്ക് തിരിച്ചു പോകാനായിട്ട് സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ എന്താണ്, പല ആനിമൽസും അല്ലെങ്കിൽ ബേർഡ്സും അവിടെ അവർക്ക് ഫേവറബിൾ അല്ലാത്ത കണ്ടീഷനിൽ കിടന്ന് തന്നെ ചത്തുപോകും. ഓക്കെ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. ഒരു സാധനത്തിനെ അമിതമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് തീർച്ചയായും തീർന്നു പോകും, അല്ലേ? ഒരു സാധനം നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ അത് പിന്നെയും റെപ്ലനിഷ് ചെയ്ത് പിന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. ഇതങ്ങനെയല്ല, ഒറ്റയടിക്ക് ഒരു സാധനത്തിനെ മുഴുവൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പിന്നെ അതിനെ കാണാനായിട്ട് സാധിക്കില്ല. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ അങ്ങനെ എക്സ്റ്റിങ്ക്റ്റ് ആയ കുറച്ച് ആനിമൽസാണ് സ്റ്റെല്ല സീ കവും പാസഞ്ചർ പീജിയൻസും. ഇതെന്തുകൊണ്ടാണ്? ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഹ്യൂമൻസ്, നമ്മൾ കാരണം തന്നെ നഷ്ടപ്പെടുക അല്ലെങ്കിൽ എക്സ്റ്റിങ്ക്റ്റ് ആയിപ്പോയ 2 സ്പീഷീസുകളാണ് സ്റ്റെല്ല സീ കവും പാസഞ്ചർ പീജിയനും. പിന്നീട് എന്താണ് വരുന്നത്? ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ. നമ്മൾ ഒരു സ്ഥലത്ത് നമുക്ക് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ നമുക്ക് ചേരാത്ത എന്തെങ്കിലും ഒരാളെ കൊണ്ട് നിർത്തുകയാണെന്ന് വിചാരിക്കുക. അവിടെയുള്ള സമാധാനം മുഴുവൻ നശിക്കും. പിന്നെ നമുക്ക് സംഭവിച്ച പോലെ തന്നെ എന്താണ്, ബ്രിട്ടീഷുകാർ നമ്മളെ വന്ന് അറ്റാക്ക് ചെയ്ത പോലെ തന്നെയാണ് ഈ ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ എന്ന് പറയുന്നത്. എന്താണ്? വൈൽ ഏലിയൻ സ്പീഷീസ് ആർ ഇൻട്രൊഡ്യൂസ് അൺഇൻറ്റൻഷനലി ഓർ ഡെലിബറേറ്റ്ലി,
some of them turn invasive and decline or extinction of indigenous species. അതായത് നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു സ്പീഷീസിൻ്റെ വളർച്ച കുറയ്ക്കാൻ വേണ്ടി വേറൊരു സ്പീഷീസിനെ നമ്മൾ അതിലിടുക എന്ന് വിചാരിക്കുക. അവസാനം ഉള്ള സ്പീഷീസും തീരും, നമ്മൾ നശിപ്പിക്കാനായിട്ടിട്ട സ്പീഷീസ് തീരുകയും ഈ നമ്മൾ ഉപയോഗിച്ച സ്പീഷീസ് ഫ്ലറിഷ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ അവിടുത്തെ ഹാബിറ്റാറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇംബാലൻസ് ആവും, എക്കോസിസ്റ്റം ഇംബാലൻസ് ആവും. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? അവിടുത്തെ ബാക്കിയുള്ള ആനിമൽസിനെ ഈ പറഞ്ഞ ഏലിയൻ സ്പീഷീസ് അറ്റാക്ക് ചെയ്യാനായി തുടങ്ങും, എക്കോസിസ്റ്റം നശിക്കും, ആ സ്ഥലം ഫുൾ ഡെസേർട്ടഡ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ അതിനുള്ള എക്സാമ്പിൾസ് നോക്കിയേ. ഇൻവേസീവ് വീഡ് സ്പീഷീസ് ലൈക്ക് ക്യാരറ്റ് ഗ്രാസ്, പാർത്തീനിയം, ലൻറ്റാൻ ആൻഡ് വാട്ടർ ഹൈസാന്ത്. വാട്ടർ ഹൈസാന്ത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, നമ്മുടെ കുളത്തിലൊക്കെയുള്ള മറ്റേ വയലറ്റ് നിറത്തിലുള്ള പൂവുള്ള ഒരു കുറച്ച് സക്യുലൻ്റ് ആയിട്ടുള്ള ലീവ്സ് ഒക്കെ ഉള്ള ഒരു ചെടിയാണ്. അത് നമ്മൾ എന്തിനായിട്ട്, നമ്മുടെ കാട്ടുചെടികളെ നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒരു ഓർണമെൻ്റൽ ആണല്ലോ എന്നൊക്കെ വെച്ചിട്ടതാണ്. പക്ഷേ ഇപ്പോൾ അതിനെ നശിപ്പിക്കാൻ നമുക്ക് ഒരു വഴി ഇല്ലാതിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഓരോ ഐഡിയാസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ വാട്ടർ ഹൈസിന്ത് വെച്ച് നമ്മൾ വേസ് അല്ലെങ്കിൽ നമ്മൾ പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്, പായകൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്, പക്ഷേ അതിൻ്റെ കൺട്രോൾ, ഗ്രോത്ത് എന്ന് പറയുന്നത് അൺകൺട്രോളബിൾ ആണ്. Okay, the reason illegal introduction of African catfish Clarias garipinus for agriculture purpose is exposing a threat to indigenous catfish in our rivers. അപ്പം ക്യാറ്റ്ഫിഷുകൾ, നമ്മുടെ ക്യാറ്റ്ഫിഷ് ഓൾറെഡി നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ക്യാറ്റ്ഫിഷുകളെ നമ്മൾ അഗ്രികൾച്ചർ അടിസ്ഥാനത്തിൽ ഉപയോഗിച്ച ആഫ്രിക്കൻ ക്യാറ്റ്ഫിഷ് നമ്മുടെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള ക്യാറ്റ്ഫിഷുകളെ കംപ്ലീറ്റ് ആയിട്ട് എക്സ്റ്റെൻഡ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഓർഗാനിസം അല്ലെങ്കിൽ ഫിഷസ് നശിച്ച് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ഏലിയൻ സ്പീഷീസ് കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യിക്കുകയാണ്. അതെന്തൊരു ദോഷമാണല്ലേ. ഇപ്പം നമ്മൾ പറയുകയാണ്, നമ്മുടെ നാടൻ പട്ടികൾക്ക് പകരം നമ്മുടെ നാടൻ പട്ടികൾക്ക് പകരം നമ്മൾ വേറൊരു വലിയ ജർമ്മൻ ഷെപ്പേർഡിനെയൊക്കെ ഒരുപാട് കൊണ്ടുവന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ്, ആ നമ്മുടെ നാടൻ പട്ടികൾ എക്സ്റ്റിങ്ക്റ്റ് ആവുകയും ജർമ്മൻ ഷെപ്പേർഡ് മാത്രമാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്പീഷീസ് തന്നെ നഷ്ടപ്പെടുകയാണ്. നമ്മുടെ ക്ലൈമറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോണ്ടിരുന്ന നമ്മുടെ നാടൻ പട്ടികൾ വേറൊരു സ്പീഷീസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കാരണം നശിച്ചു പോവുകയാണ്. അത് പിൽക്കാലത്ത് ആ എക്കോസിസ്റ്റത്തിന് പ്രശ്നം ഉണ്ടാക്കും. നമ്മൾ എക്സാമ്പിൾ പറഞ്ഞതാണ്, നമ്മളിപ്പം ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾ എന്ന് പറയുന്ന ആഫ്രിക്കൻ ക്യാറ്റ്ഫിഷ് ഇൻഡിജീനസ് ക്യാറ്റ്ഫിഷ് ആണ്. ഓക്കെ, കോ എക്സ്റ്റിങ്ഷൻ നമ്മൾ പറഞ്ഞു, നമ്മളിപ്പോൾ വേഴാമ്പലിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ. അവർക്ക് താല്പര്യമല്ല അല്ലെങ്കിൽ അവർക്ക് താമസിക്കാൻ പറ്റുന്ന പ്രത്യേക തരമായിട്ടുള്ള മരങ്ങളും കാര്യങ്ങളും ഉണ്ടാകും. ചില ആനിമൽസിന് ഇവർ അല്ലെങ്കിൽ മ്യൂച്വലി ട്രസ്റ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ മ്യൂച്വൽ റിലേഷൻഷിപ്പിലായിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, മ്യൂച്വൽ റിലേഷൻഷിപ്പിന് സിംബയോട്ടിക് റിലേഷൻഷിപ്പ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള റിലേഷൻഷിപ്പിൽ ഇരിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു സ്പീഷീസ് നിന്ന് പോയി കഴിഞ്ഞാൽ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന മറ്റൊരു സ്പീഷീസും ഡിസ്ട്രോയ് അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ആയി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നോക്കിയേ, വെൻ എ സ്പീഷീസ് ബിക്കംസ് എക്സ്റ്റെൻഡ്, ദ പ്ലാന്റ് ആൻഡ് ആനിമൽ സ്പീഷീസ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ് ഇൻ ആൻ ഒബ്ലിഗേറ്ററി വേ ഓൾസോ ബിക്കം, ഒബ്ലിഗേറ്ററി എന്ന് പറഞ്ഞാൽ നിർബന്ധമായും അതുണ്ടെങ്കിലേ ജീവിക്കാൻ കഴിയൂ. അങ്ങനെയുള്ള ഓർഗാനിസംസ്, അതാണ് ഒബ്ലിഗേറ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്ലിഗേറ്ററി ആയിട്ടുള്ള ഓർഗാനിസംസും അതിൻ്റെ കൂടെ എക്സ്റ്റെൻഡ് ആവും. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് പ്ലാൻ പൊല്യൂട്ടർ മ്യൂച്വലിസം. അപ്പം വേർ എക്സ്റ്റിങ്ഷൻ ഓഫ് വൺ ഇൻവേരിയബിൾ ലീഡ്സ് ടു എക്സ്റ്റിങ്ഷൻ ഓഫ് അതർ. അതായത് ഒരു ബേർഡ് അല്ലെങ്കിൽ ഒരു പ്ലാന്റ് ഉണ്ടെങ്കിലേ വേറൊരു ഓർഗാനിസത്തിന് കംപ്ലീറ്റ് ആയിട്ട് സർവൈവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ആനിമൽ ഉണ്ടെങ്കിലേ മറ്റൊരു ആനിമലിന് സർവൈവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ഒബ്ലിഗേറ്ററി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പം രണ്ട് ഓർഗാനിസംസ് കംപ്ലീറ്റ് ആയിട്ട് എക്സ്റ്റെൻഡ് ആയിട്ട് പോകും. അപ്പോൾ അതിനെയാണ് കോ എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്. എന്താണ് കോ എക്സ്റ്റിങ്ഷൻ? ഓക്കെ, ശരി. ഇനി എന്തിനു വേണ്ടിയിട്ട് നമ്മൾ ബയോഡൈവേഴ്സിറ്റിയെ കൺസർവ് ചെയ്യണം നോക്കിയേ. ഇറ്റ് ഈസ് മെയിൻലി ബേസ്ഡ് ഓൺ 3 കൺസെപ്റ്റ്സ്. ഏതൊക്കെയാണ്? നാരോലി യൂട്ടിലിറ്റേറിയൻ, ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ, എത്തിക്കൽ. നാരോലി യൂട്ടിലിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻസ് ഗെറ്റ്
എക്കണോമിക് ബെനിഫിറ്റ്സ്, അതായത് നമുക്ക് വേണ്ട കാര്യങ്ങൾ പണ്ട് മുതൽ ഇപ്പോൾ വരെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നേച്ചറിൽ നിന്നാണ് അല്ലെങ്കിൽ പ്ലാന്റ്സിൽ നിന്നാണ് അല്ലേ. അങ്ങനെ വരുമ്പോൾ എന്താണ് ഫയർ, സിറിയൽസ്, പൾസസ് ഇതൊക്കെ നമുക്ക് എവിടെ നിന്നാണ്? പ്ലാന്റ്സിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ എക്കണോമിക് ആയിട്ടുള്ള യൂസ് അതാണ് നാരോലി യൂട്ടിലിറ്റേറിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫയർവുഡ്, ഫൈബർ, കൺസ്ട്രക്ഷൻ ഇങ്ങനെയുള്ള പല പ്രോഡക്ട്സും നമുക്ക് കിട്ടുന്നത് പ്ലാന്റ്സിൽ നിന്നാണ് അല്ലെങ്കിൽ നമ്മുടെ നേച്ചറിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൺസേർവ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? നഷ്ടമായി പോകും, നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതിനെയാണ് നാരോലി യൂട്ടിലിറ്റേറിയൻ എന്ന് പറയുന്നത്. More than 25% of the drugs are obtained from the plants. Many medicinally useful plants which have to be discovered from tropical rainforest. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പല മെഡിസിൻസിൻ്റെയും ബേസ് രൂപം എന്ന് പറയുന്നത് പ്ലാന്റ്സ് ആണ് അല്ലെങ്കിൽ നേച്ചറിൽ നിന്ന് കിട്ടുന്ന ഓരോ പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ ഇത് എക്കണോമിക്കലായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ ഒരു കാരണം മാത്രമല്ല, ഒരുപാട് കാരണങ്ങൾ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് എക്കണോമിക് റീസൺ ആണെങ്കിൽ ഇപ്പോൾ ഒരുപാട് കാരണങ്ങൾ കാരണം നമുക്ക് എന്ത് ചെയ്യണം? കൺസർവേഷൻ നടത്തിയേ പറ്റുള്ളൂ. ബയോഡൈവേഴ്സിറ്റി പ്ലേസ് ആൻ മേജർ റോൾ ഇൻ എക്കോസിസ്റ്റം സർവീസസ്. ആമസോൺ ഫോറസ്റ്റ് ത്രൂ ഫോട്ടോസിന്തസിസ് പ്രൊഡ്യൂസ് 20% ഓഫ് ദ ടോട്ടൽ ഓക്സിജൻ. നമ്മൾ പറഞ്ഞു ലങ് ഓഫ് ദി വേൾഡ് എന്നാണ് നമ്മൾ എന്തിനാ പറയുന്നത്? ആമസോണിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം 20% ഓഫ് ടോട്ടൽ ഓക്സിജൻ എവിടെ നിന്നാണ്? ആമസോണിൽ നിന്നാണ്. അപ്പോൾ അത് നഷ്ടമായാൽ എന്താണ്? അല്ലെങ്കിൽ അവിടുത്തെ പ്ലാന്റ്സും ആനിമൽസും ഒക്കെ ഓർഗാനിസംസും ഒക്കെ നഷ്ടമായാൽ നമുക്ക് അത്രയും ഓക്സിജൻ്റെ ഇടിവാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ സർവൈവ് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. Pollination is another ecosystem service by bees, bumblebees, birds and bats. ഇപ്പം നമുക്ക് കാണുന്ന പല പല സ്പീഷീസ് ഓഫ് പ്ലാന്റ്സും ഒക്കെ നമുക്ക് എവിടെ നിന്നാണ് വരുന്നത്? ഇതുപോലുള്ള എന്താണ് ബംബിൾ ബീസ്, ബേർഡ്സ്, ബാറ്റ്സ് ഒക്കെയാണ് പോളിനേഷൻ നടത്തുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ പറയാൻ പറ്റും, ഒബ്ലിഗേറ്ററി ആണെന്ന് പറയാൻ പറ്റും അല്ലേ. ചില സ്പീഷീസുകൾ ഉണ്ടെങ്കിലേ നമുക്ക് വേറൊരു പ്ലാന്റ് ഗ്രോ ചെയ്യും. ഇപ്പോൾ ഫൈക്കസ് എന്നൊക്കെ പറയുന്ന പ്ലാന്റ്സ് എന്താ ബീസ് ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ പോളിനേഷൻ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കുള്ളൂ. കാരണം അവരാണ് എന്താ പോളൻ കൊണ്ടുവന്ന് ഇതിൻ്റെ ഉള്ളിൽ വീഴുന്നത്. അപ്പോൾ അതില്ലെങ്കിൽ എന്താണ്? അവർക്ക് എക്സ്റ്റൻഷൻ സംഭവിക്കും. അപ്പം നേച്ചർ പ്രൊവൈഡ്സ് ഓസ്റ്ററ്റിക് പ്ലഷർ ഓഫ് വാച്ചിങ് സ്പ്രിംഗ് ഫ്ലവേഴ്സ് ഇൻ ഫുൾ ബ്ലൂം ആൻഡ് ബുൾബുൾ സോങ്സ് ഇൻ ദ മോർണിംഗ്. പിന്നുള്ളത് എന്താണ്? നമുക്ക് ആ നേച്ചറിൻ്റെ ഭംഗി ആസ്വദിക്കുക, അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുക, അതിൻ്റെ കളകൂജനം കേൾക്കുക എന്നൊക്കെ പറയുന്ന ഓസ്തറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ കാരണം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ബയോഡൈവേഴ്സിറ്റി കൺസേർവ് ചെയ്യുന്നതാണ് പറയുന്നത്. എത്തിക്കൽ, ഓബിയസ്ലി എന്താണ്? നമുക്ക് ജീവിക്കാൻ അധികാരമുള്ള പോലെ തന്നെ ബാക്കിയുള്ള ഓർഗാനിസത്തിനും ഈ ലോകത്ത് ജീവിക്കാൻ എന്താണ് അധികാരമുണ്ട്. അത് മനസ്സിലാക്കി മാത്രമേ നമ്മൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. നിങ്ങളൊക്കെ എന്താണ് ഒരു നല്ല സിറ്റിസൺസ് ആണ്. അപ്പോൾ അതിനെ എല്ലാ കാര്യങ്ങളും പെടും. നമ്മൾ എന്താണ് നാച്ചുറായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെന്താണ് നമ്മുടെ ബാക്കിയുള്ള സിറ്റിസൺസുമായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു ഗുഡ് സിറ്റിസൺ ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ എവറി സ്പീഷീസ് ഹാസ് ആൻ ഇൻട്രസ്റ്റിക് വാല്യൂ സോ ദാറ്റ് ദേ കൺസേർവ് ഫോർ ഫ്യൂച്ചർ ജനറേഷൻ. നമുക്ക് വരാൻ പോകുന്ന ജനറേഷൻസിനൊക്കെ വേണ്ടി നമുക്കിതൊന്നും കാണാനെങ്കിലും സാധിക്കണമെങ്കിൽ നമ്മളിപ്പോൾ അതിനെ കൺസേർവ് ചെയ്ത് തുടങ്ങണം. ഹൗ ഡു യു കൺസേർവ് ബയോഡൈവേഴ്സിറ്റി? എന്തിന് കൺസേർവ് ചെയ്യണം എന്ന് പറഞ്ഞു. ഇനി നമ്മൾ എങ്ങനെ ബയോഡൈവേഴ്സിറ്റിയെ കൺസേർവ് ചെയ്യും നോക്കിയാലോ. ഇറ്റ് ഈസ് ത്രൂ ഇൻ സിറ്റു കൺസർവേഷൻ ആൻഡ് എക്സ് സിറ്റു കൺസർവേഷൻ. നമ്മൾ ഒരു സ്ഥലത്ത് നമ്മളിപ്പോൾ ഒരു ഫോറസ്റ്റ് പ്രിവെൻറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ ഫോറസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള കൺസർവേഷനെ നമ്മൾ ഇൻ സിറ്റു എന്ന് പറയും. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞു റെയർ ആയിട്ടുള്ള സ്പീഷീസുകളുണ്ട്, എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസുകളുണ്ട്. ഇതിനെയൊക്കെ നമ്മളെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഇപ്പോൾ സൂ അല്ലെങ്കിൽ ബയോളജിക്കൽ ഗാർഡൻസ് ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥലങ്ങളിൽ മാറ്റി അവരുടെ ഹാബിറ്റാറ്റിൽ നിന്ന് മാറ്റിയാണ് കൺസർവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ എക്സ് സിറ്റു കൺസർവേഷൻസ് എന്ന് പറയും. അപ്പം ഇൻ സിറ്റു കൺസർവേഷൻസ് എന്ന് പറഞ്ഞാൽ some areas of countries are identified as biodiversity hotspots. നല്ല റിസർവ്ഡ് ഫോറസ്റ്റുകൾ, സാങ്ച്വറികൾ ഇതൊക്കെ നമ്മൾ കൺസേർവ് ചെയ്യണം. അവരെ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് ഏതാണ്? നമ്മുടെ നാട്ടിലുള്ള വെസ്റ്റേൺ ഗട്ട്സ് അങ്ങനെയുള്ള സ്ഥലങ്ങളെ നമ്മൾ എന്താണ് ഒരു ഇൻ്റർഫറൻസും ഇല്ലാതെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ കള്ളത്തരത്തിലൊക്കെ നമ്മൾ പോയി ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനെ കൺട്രോൾ ഉള്ള ആൾക്കാർ അതൊക്കെ ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ തടയേണ്ടതും. ദീസ് റീജിയൻസ് ഷോ ഹൈ സ്പീഷീസ് റിച്ച്നെസ് ആൻഡ് ഹൈ ഡിഗ്രി ഓഫ് എൻഡമിസം.
കൂടുതലും എന്താ നമ്മൾ പറഞ്ഞായിരുന്നു, എന്താ റിച്ച് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ട്രോപ്പിക് റീജിയൻസ് ഒക്കെ ആണെങ്കിൽ അവിടെ നല്ല ഏരിയാസ് ഉണ്ട്, സ്പീഷീസ് റിച്ച്നെസ് ഉണ്ട്, പിന്നെ അവിടെ മാത്രമായിട്ട് കുറേ ആനിമൽസ് എന്താ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. ആ ഏരിയസിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ. In the world, total number of biodiversity hotspots is 34. In India, biodiversity hotspot identified as Western Ghats and Sri Lanka, Indo-Burma and Himalaya. All the biodiversity hotspots cover less than 2% of the Earth's ലാൻഡ് ഏരിയ. അപ്പോൾ ഏരിയ വെച്ച് നോക്കുകയാണെങ്കിൽ 2% മാത്രമേ ഇത്രയും ഹോട്ട്സ്പോട്ടുകൾ എടുക്കുന്നുള്ളൂ. പക്ഷേ 8% എന്താണ് ഡൈവേഴ്സിറ്റി നമ്മുടെ ഇന്ത്യയിലുണ്ട്. അപ്പോൾ അതൊരു എന്താണ് ശരിക്കും നല്ലൊരു റിച്ച്നെസ് ആണ് അല്ലേ. അപ്പം ബയോഡൈവേഴ്സിറ്റി റിച്ച് റീജിയൻസ് ആർ പ്രൊട്ടക്റ്റഡ് ആസ് ഏതൊക്കെയാണെന്ന് നോക്കിയേ, ബയോസ്ഫിയർ റിസർവ്സ്, നാഷണൽ പാർക്സ്, സാങ്ച്വറീസ്. India has 14 biosphere reserves, 19 national parks and 448 wildlife sanctuaries. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ നമ്മുടെ ഇൻസിറ്റു കൺസർവേഷൻ്റെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇതെന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും നമ്പേഴ്സ് ആണ്. അടുത്ത നോക്കിയേ, ബിസൈഡ്സ് ദീസ് ദ സേക്രഡ് ഗ്രൂവ്സ് സച്ച് ആസ് Kazi and Jainidya hills in Meghalaya, Aravalli hills of Rajasthan, Western Ghats regions of Karnataka and Maharashtra, and the Sarguja Chanda and Bastar areas of Madhya Pradesh conserve and protect large number of rare and threatened plants. അപ്പം സീക്രട്ട് ഗ്രൂവ്സ് ആണ്. ഇത്രയും പേര് പറഞ്ഞത് എന്താണ്? സീക്രട്ട് ഗ്രൂവ്സ് ആണ്. ഓക്കെ. അപ്പം ബയോ റിസർവ്സ് അല്ലെങ്കിൽ ബയോസ്ഫിയർ റിസർവ്സ്, നാഷണൽ പാർക്സ്, സാങ്ച്വറീസ് ഇത് ഉൾപ്പെടാതെ സീക്രട്ട് ഗ്രൂവ്സ് ആയിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്പീഷീസുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ശരി. അടുത്ത എന്താണ്? എക്സിറ്റു കൺസർവേഷൻ. നമ്മൾ പറഞ്ഞു റെയർ അല്ലെങ്കിൽ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസുകളെ നമ്മൾ അവരുടെ ഹാബിറ്റേറ്റിൽ നിന്ന് മാറ്റി വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കൺസർവേഷൻ ഓഫ് threatened animals and plants outside their natural habitats. Example, zoological parks, botanical gardens, wildlife safari parks. Okay. As a part of conservation, gametes of the threat, അതിനെന്താ പറയുന്നത്? സീഡ് ബാങ്ക് എന്നൊക്കെ പറയാം അല്ലേ. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇതുപോലുള്ള ഗാമേറ്റ്സുകളെ അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ സീഡ്സുകളെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഫ്രോസൺ ആക്കി വെച്ചിട്ടുണ്ടാകും. ഇനി എന്തെങ്കിലും എക്സ്റ്റിങ്ഷൻ സംഭവിക്കുകയാണെങ്കിൽ നമുക്കതിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഓരോ സ്പീഷീസുകളുടെയും ഗാമേറ്റ്സും സീഡ്സും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ. So species can be protected, preserved in a viable and fertile condition for long period using cryopreservation. അപ്പം ഇത്രയും പ്രൊട്ടക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരുപാട് നാൾ സൂക്ഷിച്ച് വെക്കുന്നതിനെയാണ് നമ്മൾ ക്രയോപ്രിസർവ്. ഇറ്റ് ഈസ് യൂഷ്വലി ഫ്രോസൺ പാർട്ട്. ഓക്കെ. നമ്മൾ ഈ സീഡ്സിനെ അല്ലെങ്കിൽ ഗാമേറ്റ്സിനെ നമ്മൾ അത്രയും ഹൈ ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ അത്രയും ഹൈ ടെമ്പറേച്ചറിൽ ലോ ടെമ്പറേച്ചറിൽ നമ്മൾ എന്ത് ചെയ്യാണ്? പ്രിസർവ് ചെയ്ത് വെക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഇറ്റ് ഇസ് മേ ബി അപ് ടു -100 അല്ലെങ്കിൽ -180 ഡിഗ്രീസ് ഒക്കെ നമ്മൾ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ. ഇൻ ദിസ് ടെക്നിക് ഫെർട്ടിലൈസ്ഡ് എഗ്സ്, എംബ്രിയോസ്, സീഡ്സ് എക്സെട്ര ആർ സ്റ്റോർഡ്. അപ്പോൾ ഫെർട്ടിലൈസ് ചെയ്ത എഗ്ഗാണ്, വെറുതെ ഒരു എഗ്ഗ് അല്ല, ഫെർട്ടിലൈസ് ചെയ്ത എഗ്സ് ആണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. In the Conservation on Biological Diversity held in Rio de Janeiro in 1992, nations take measures for conservation of biodiversity and its sustainable utilization. അപ്പോൾ എവിടെയാണ്? റിയോ ഡി ജനീറോയിൽ 1992 നടന്നപ്പോഴാണ് 1992 ആദ്യത്തെ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനെ പറ്റിയുള്ള മീറ്റിംഗ് നടന്നത്. ഓക്കെ. ഇറ്റ്സ് സസ്റ്റൈനബിൾ യൂട്ടിലൈസേഷൻ, എങ്ങനെ ബയോഡൈവേഴ്സിറ്റിയെ കറക്റ്റായി യൂസ് ചെയ്യണം എന്നുള്ളത് എവിടെയാണ് നമ്മൾ പറഞ്ഞത്? റിയോ ഡി ജനീറോയിലാണ്. In the follow-up, the World Summit on Sustainable Development held in 2002 in Johannesburg, South Africa, 190 countries take the decision to achieve biodiversity at 2010 and decreases the current rate of reduction. അപ്പം പിന്നെയും അടുത്ത ബയോഡൈവേഴ്സിറ്റി ഓരോ തവണയും സമ്മിറ്റ് നടക്കുമ്പോൾ വിഷയങ്ങൾ വ്യത്യാസമായിരിക്കും. അപ്പോൾ ബയോഡൈവേഴ്സിറ്റിയെ പറ്റി നടന്ന വർഷങ്ങൾ ഏതൊക്കെയാണ്? 2002 പിന്നെ 2010. ഈ 2 വർഷങ്ങൾ അല്ലെങ്കിൽ ഈ 3 വർഷങ്ങളിലാണ് നമ്മുടെ കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റിയെ പറ്റിയുള്ള മീറ്റിങ്ങുകൾ സമ്മിറ്റ് നടന്നത്. ഓക്കെ, ശരി.
അപ്പം കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി. എവറി സ്പീഷീസ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദ എക്കോസിസ്റ്റം. ഓൾ പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് ഹ്യൂമൻസ് ആർ ഇന്റർലിങ്ക്ഡ് ആൻഡ് ഇന്റർഡിപ്പെൻഡൻറ്റ് ഓൺ ഈച്ച് അതർ. നമ്മൾ പറഞ്ഞാണ് അല്ലേ. അപ്പം ബയോഡൈവേഴ്സിറ്റി എന്താണ്? ഹ്യൂമൻ എക്സിസ്റ്റൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എവറിത്തിങ് ഈസ് ഈക്വലി കണക്റ്റഡ്. സോ നമ്മൾ എന്ത് ചെയ്യണം? കഴിവതും എന്ത് ചെയ്യുക? നമ്മൾ ദോഷകരമായിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യാതെ കറക്റ്റായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം യൂസ് ചെയ്ത് ഇനി വരുന്ന ഫ്യൂച്ചറിലേക്ക് അത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിതൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. റിയോ ഡി ജനീറോയുടെ കാര്യം നമ്മൾ പറഞ്ഞു. Effort should be made to preserve the species that are endangered. നമ്മൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ്? ex-situ കൺസർവേഷനിലൂടെ നമ്മൾ ചെയ്യുന്ന എന്താണ്? എൻഡേഞ്ചേർഡ് അല്ലെങ്കിൽ റെയർ ആയിട്ടുള്ള സ്പീഷീസുകളെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? പ്രിസർവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. വെറൈറ്റീസ് ഓഫ് ഫുഡ് ക്രോപ്സ്, forage plants, timber trees, livestock, animals and their wild relatives should be preserved. വെറൈറ്റി ആയിട്ടുള്ള ഓരോ കാര്യത്തിൻ്റെയും അല്ലെങ്കിൽ ഓരോ സ്പീഷീസിൻ്റെയും ഒരു പാർട്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ ക്രയോ പ്രിസർവേഷൻ ചെയ്യുന്ന പോലെ ഓരോ പാർട്ട് നമ്മൾ എന്ത് ചെയ്യുക? കൺസർവ് ചെയ്യുക. എന്തെങ്കിലും ഒരു എക്സ്റ്റിങ്ഷനോ അല്ലെങ്കിൽ ഒരു കലാമിറ്റിയോ വന്ന് ഇതെല്ലാം നഷ്ടമായി പോകുമ്പോൾ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട്. ഓക്കെ, ഇന്റർനാഷണൽ ട്രേഡ് ഇൻ വൈൽഡ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് മസ്റ്റ് ബി റെഗുലേറ്റഡ്. കാരണം എന്താണ്? ഒരു പ്ലാന്റിന് അല്ലെങ്കിൽ ഒരു ആനിമലിന് ഒരു ഏരിയയിൽ മാത്രമേ എൻഡമിക് ആയിട്ടുള്ള സ്പീഷീസ് അതിനെ നമ്മൾ സെല്ല് ചെയ്ത് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ എന്ത് ചെയ്യുക? എക്സ്പോർട്ട് ഇമ്പോർട്ടുള്ള ഇതുപോലുള്ള റെയർ സ്പീഷീസുകളല്ല ചെയ്യേണ്ടത്. ഓക്കെ, ഹാബിറ്റാറ്റ്സ് വെയർ സ്പീഷീസ് feed, breed, rest and nurse their young should be safeguarded and protected. പറഞ്ഞായിരുന്നു എന്താ? ഒബ്ലിഗേറ്ററി ആയിട്ടുള്ള ആനിമൽസ് ആണെങ്കിൽ അവരുടെ ഹാബിറ്റാറ്റ് നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഫ്രാഗ്മെന്റഡ് ആയി പോയി കഴിഞ്ഞാൽ അവർക്ക് സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. Each country should identify habitats of wild relatives and ensure their പ്രൊട്ടക്ഷൻ. അപ്പോൾ എന്താണ്? ഓരോ കൺട്രിയുടെയും എന്താണ് അവരുടെ നിർബന്ധമായിട്ടുള്ള ഒരു ചുമതലയാണ് എന്താ? നമ്മുടെ കൺട്രിയിലെ ഹാബിറ്റാറ്റ്സിനെയും അവരുടെ റിലേറ്റീവ്സിനെയും അല്ലെങ്കിൽ അവരുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഓർഗാനിസത്തിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് ഓരോ കൺട്രിയുടെയും ചുമതലയാണ്. ഓക്കെ, The Government of India Act was passed in year 1972 for the protection of plants and animal species. എന്നാണ് നമ്മുടെ ഇന്ത്യയിൽ വന്നത് ആ റൂള്? 1972. 92 national parks and 492 sanctuaries were built for protection of species. Countries situated in the tropical regions or near equator have variety of plants and animals and are called hotspots or mega biodiversity centers. These are 12 centers identified in Mexico, Colombia, Brazil, Madagascar, China, India and Malaysia. അപ്പോൾ 12 മെഗാ ഡൈവേഴ്സിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇതൊക്കെയാണ്: മെക്സിക്കോ, കൊളംബിയ, ബ്രസീൽ, മദഗസ്കർ, ചൈന, ഇന്ത്യ ആൻഡ് മലേഷ്യ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗീവ് അവേ ക്വസ്റ്റ്യൻ വന്നിരിക്കുകയാണ്. നോക്കിയേ. In situ conservation and national genetic resources can be achieved by establishing. ഇൻ സിറ്റു കൺസർവേഷനും നാഷണൽ ജനറ്റിക് റിസോഴ്സസും എങ്ങനെയാണ് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. IUCN, now called World Conservation Union, has its headquarters at. എവിടെയാണ് IUCNൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ്? അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്ത് നമ്മൾ നമ്മുടെ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാണ്. വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ്. എവിടെ നിന്ന് പഠിക്കണം എന്ന് മാത്രം നോട്ട് ചെയ്താൽ മതി, നമുക്ക് ഫുൾ മാർക്ക് ഈ ചാപ്റ്ററിൽ കിട്ടും. 12th ആണ്, നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. ബാക്കി ചാപ്റ്റേഴ്സിന് കുറച്ചും കൂടെ വെയിറ്റേജ് ഉണ്ട്, ബട്ട് ഇത് ഇസ് എ സിമ്പിൾ ചാപ്റ്റർ. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആൻസർ ചെയ്യാനായിട്ട് നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ. ജൈവ വൈവിധ്യ സംരക്ഷണം ഇതിന് പ്രധാനമാണ്. ഏതൊക്കെയാണ്? ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്, ഓൾ ഓർഗാനിസംസ് അല്ലേ? അതിൻ്റെ ആൻസർ എന്താണ്? ഓൾ ഓർഗാനിസംസ്. നാഷണൽ പാർക്സ് ആൻഡ് സാങ്ച്വറീസ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് കൺസർവേഷൻ. റീക്രിയേഷൻ അല്ല, ഹണ്ടിങ് അല്ല, പെറ്റ്സ് അല്ല. എന്തിനാണ്? കൺസർവേഷൻ. തേർഡ് ക്വസ്റ്റ്യൻ: In which one of the following countries the Earth Summit was held? എവിടെയാണ് Earth Summit നടന്നതെന്നുള്ളത്? നോക്കിയേ, ബ്രസീൽ. ഓക്കെ. ഫോർത്ത് ക്വസ്റ്റ്യൻ: What are the different levels of biodiversity? നമ്മൾ പഠിച്ചതാണ് കറക്റ്റായിട്ട്. ഏതൊക്കെ ലെവലിലാണ് നമുക്ക് ബയോഡൈവേഴ്സിറ്റി പറയുന്നത്? ജനറ്റിക് ഡൈവേഴ്സിറ്റി, സ്പീഷീസ് ഡൈവേഴ്സിറ്റി,
എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി. അങ്ങനെ 3 തരത്തിലാണ് നമ്മൾ എന്താണ് ബയോഡൈവേഴ്സിറ്റിയെ നമ്മൾ തിരിച്ചിട്ടുള്ളത്. ഓക്കെ, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ഹോട്ട്സ്പോട്ട്സ്? Hotspots of diversity. The diversity of species can be measured through its richness, abundance and types. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് നല്ലൊരു ഹോട്ട്സ്പോട്ട് ആണെന്ന് പറയാൻ പറ്റുന്നത്? ഡൈവേഴ്സിറ്റിയുടെ ഹോട്ട്സ്പോട്ട് ആണെന്ന് നിങ്ങൾ വിചാരിച്ച ഹോട്ട്സ്പോട്ട് അല്ല കേട്ടോ. അപ്പം ഹോട്ട്സ്പോട്ട് ഓഫ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ഏതാണ്? ദ ഡൈവേഴ്സിറ്റി ഓഫ് സ്പീഷീസ് ക്യാൻ ബി മെഷേർഡ് ത്രൂ ഇറ്റ്സ് റിച്ച്നെസ്, അബൻഡൻസ് ആൻഡ് ഇറ്റ്സ് ടൈപ്സ്. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കിയേ, നമ്മുടെ ഹോട്ട്സ്പോട്ട് ഡൈവേഴ്സിറ്റി, നമ്മുടെ ലോകത്തുള്ള ഏറ്റവും നല്ല ഹോട്ട്സ്പോട്ടുകൾ 12 മെഗാ ഹോട്ട്സ്പോട്ട്സ് ഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു. അത് ഏതൊക്കെയാണെന്നുള്ളത് ഈ പിക്ചറിലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ത്യയിലുള്ളത് വെസ്റ്റേൺ ഗട്ട്സും ഹിമാലയസും ഒക്കെയാണ്. ശ്രീലങ്കയിലുണ്ട്, ഇൻഡോ ബർമ റീജിയനിലുണ്ട്. അപ്പം ഇതൊക്കെ എഴുതുക. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹോട്ട്സ്പോട്ടുകൾ കേട്ടോ. അപ്പോൾ ഇത് നെയിം 3 ഹോട്ട്സ്പോട്ട്സ് അങ്ങനെയൊക്കെ ചോദിക്കുക. അപ്പം 3 എണ്ണമെങ്കിലും മിനിമം പഠിച്ചു വെക്കുക, അതിൽ കൂടുതൽ പഠിക്കുന്നതാണ് നല്ലത്. What are the rare species? Rare species are those species whose population is very small in the world. They are confined to limited areas or thinly scattered over a wide area. അപ്പം വളരെ എണ്ണത്തിൽ കുറവും ഒരു ചെറിയ ഏരിയയിൽ മാത്രം കാണുന്ന, അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ മാത്രമുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെയർ സ്പീഷീസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ശരി. അപ്പം എല്ലാവരും നല്ലപോലെ ഈ ചാപ്റ്റർ പഠിക്കണം. ഞാൻ ഈ ക്വസ്റ്റ്യൻസ് എടുത്തിരിക്കുന്ന എല്ലാം നമ്മുടെ എക്സാം പോയിന്റിൻ്റെ ബുക്കിൽ നിന്നാണ്. എക്സാം പോയിന്റിൻ്റെ ഗൈഡ്സിൽ സേ ക്വസ്റ്റ്യൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഇംപ്രൂവ്മെൻറ്റ് ക്വസ്റ്റ്യൻ എന്നൊക്കെ പറഞ്ഞ് പല പല രീതിയിൽ ക്വസ്റ്റ്യൻസിനെ ടാഗ് ചെയ്ത് 1 മാർക്ക് ക്വസ്റ്റ്യൻ, 2 മാർക്ക് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ ടാഗ് ചെയ്ത് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും തന്നിട്ടുണ്ട്. വെറുതെ ക്വസ്റ്റ്യൻസ് മാത്രമല്ല. അപ്പോൾ ഈ ചാപ്റ്ററിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. മിസ് അതിൽ മെയിനായിട്ടുള്ള ടോപ്പിക്സിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇട്ടിരുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? നല്ലപോലെ പഠിക്കുക, 12th നല്ലപോലെ പാസ്സാവുക, നല്ല കോളേജിലൊക്കെ കയറാൻ പറ്റട്ടെ. അപ്പം ഓൾ ദി ബെസ്റ്റ്. നല്ലപോലെ പഠിക്കുക, നല്ലപോലെ ഹാപ്പി ആയിട്ടിരിക്കുക, നല്ല പ്രിപ്പയർ ചെയ്ത് റെഡി ആയിട്ടിരിക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.